Hi, hello everyone. This is Bit by Bit Lumera, Explore Topics with Maravika, and I'm welcoming you all back again to a new episode. Public health. ഇന്നത്തെ വീഡിയോ തംബ്നെയിൽ കണ്ടതുപോലെ നമ്മൾ പബ്ലിക് ഹെൽത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഒരുപാട് ഡിസീസസ് ഉള്ളതുകൊണ്ടും ഒരു വീഡിയോ കൊണ്ട് ഇത് കവർ ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് അത്രയും ഉറപ്പുള്ളതുകൊണ്ടും ഞാൻ ഇത് 2 പാർട്സ് ആയിട്ടാണ് ഇടാൻ പോകുന്നത്. സോ ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് മാക്സിമം കവർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഡിസീസസ് നോക്കാം, എല്ലാ ബാക്ടീരിയ, വൈറസ്, അങ്ങനെ പല ഏരിയാസിൽ നിന്നും. ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ സംസാരിക്കാം. സോ ഇന്നത്തെ വീഡിയോയിൽ ആദ്യം നമ്മളിപ്പോൾ ഒരു എന്താ പറയുക, പബ്ലിക് ഹെൽത്ത് എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ഇമ്മ്യൂണിറ്റി എന്ന് മനസ്സിലാക്കണം. സോ ആദ്യം നമുക്ക് ഇമ്മ്യൂണിറ്റി എന്താ നോക്കാം. ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒരു പാത്തജനിക് ആയിട്ടുള്ള ഒരു മൈക്രോ ഓർഗാനിസം. ആ മൈക്രോ ഓർഗാനിസം ഒരു ബാക്ടീരിയ ആവാം, വൈറസ് ആവാം, ഫഞ്ചായി ആവാം, പാരസൈറ്റ് ആവാം. ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മുടെ സെല്ല് അഥവാ ടിഷ്യൂ അല്ലെങ്കിൽ ഓർഗൻ ഒരു കോംപ്ലക്സ് നെറ്റ്വർക്ക് ഓഫ് ഡിഫെൻസ് ഒരുക്കും. ഈ ഡിഫെൻസ് ഒരുക്കുന്ന ഈ സിസ്റ്റത്തിനെയാണ് നമ്മൾ ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്നത്. 2 തരത്തിലാണ് നമുക്ക് ഇമ്മ്യൂണിറ്റി പറയാൻ വേണ്ടി പറ്റുന്നത്. ഒന്നിന് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്നും രണ്ടാമത്തത് അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്നും പറയാം. ഇന്നേറ്റ് നമുക്ക് നോൺ സ്പെസിഫിക് ഡിഫെൻസ് എന്നും കൂടെ വിളിക്കാൻ വേണ്ടി പറ്റും. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫെൻസ് ആണ്, അതായത് ആദ്യം ചെയ്യുന്ന ഡിഫെൻസ്. ഈ ഡിഫെൻസ് നമുക്ക് നമ്മുടെ ബർത്തിന് സമയത്തെ കിട്ടുന്നുണ്ട്. അതായത് നമുക്ക് ഒരു വൈഡ് റേഞ്ച് ഓഫ് പാത്തജൻ റേഞ്ചിൽ നമുക്കൊരു ഇമ്മീഡിയറ്റ് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇമ്മ്യൂണിറ്റിയാണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇപ്പം ഇതിലേതാ പാത്തജൻ ഒന്നും ഡിസ്റ്റിങ്വിഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു വൈഡ് റേഞ്ച് ഓഫ് പാത്തോജനെ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഇമ്മ്യൂണിറ്റി യൂസ് ചെയ്തിട്ട് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇതിൻ്റെ നേച്ചർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ നോൺ സ്പെസിഫിക് ആണ്. അതുപോലെ ഇതിൻ്റെ റെസ്പോൺസ് ടൈം എന്ന് പറയുന്നത് എപ്പോഴാണോ ഇങ്ങനെ ഒരു പാത്തജൻ നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്യുന്നത്, ആ എൻ്റർ ചെയ്യുമ്പം തന്നെ, അതായത് വിത്തിൻ മിനിറ്റ്സ് ഓർ അവേഴ്സ് തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ഡിഫൻസ് റെസ്പോൺസ് നമ്മുടെ ബോഡി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മെമ്മറി ചോദിക്കുവാണെങ്കിൽ ഇവിടെ മെമ്മറി ആബ്സെൻ്റ് ആണ്. കാരണം നമ്മുടെ പാസ്റ്റിൽ ഇങ്ങനെ ഒരു ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു എന്നുള്ള മെമ്മറി ഈ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി റീറ്റെയിൻ ചെയ്യുന്നില്ല. അപ്പം വീണ്ടും ഇനി എക്സ്പോഷർ വരുന്ന സമയത്ത് വീണ്ടും ഇതേപോലെ ഡിഫെൻസ് ഉണ്ടാക്കുകയാണ്, അത് മെമ്മറി യൂസ് ചെയ്തിട്ടല്ല. ഇനി ഇതിലെ നമുക്ക് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി തരുമ്പോൾ ഉണ്ടാകുന്ന ഡിഫെൻസ് കോമ്പണൻസ് അല്ലെ ബാരിയേഴ്സ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് 2 തരത്തിൽ പറയാം. ഒന്ന് ഫിസിക്കൽ ബാരിയർ എന്നും രണ്ടാമത്തതിന് സെല്ലുലാർ ബാരിയർ എന്നും പറയും. ഇപ്പോൾ ഫിസിക്കൽ ബാരിയറിൽ നമ്മുടെ സ്കിൻ ഒരു ബാരിയറാണ്, ഒരു പാത്തോജൻ കയറാതിരിക്കാൻ. മ്യൂക്കസ് മെംബ്രെയിൻ, നമ്മുടെ മൂക്കിനകത്തും ഒക്കെയുള്ള മ്യൂക്കസ് മെംബ്രെയിൻ, കണ്ണിലുള്ള മ്യൂക്കസ് മെംബ്രെയിനൊക്കെ ഒരു ബാരിയറാണ്. അതുപോലെ തന്നെ സ്റ്റൊമക്കിനകത്തുള്ള ആസിഡും നമ്മുടെ പാത്തോജൻസിനൊക്കെ ഡിസ്ട്രോയ് ചെയ്യാനുള്ള ഒരു ബാരിയറാണ്. ഇനി സെല്ലുലാർ ബാരിയർ നോക്കുകയാണെങ്കിൽ മാക്രോഫേജസ് എന്ന് പറഞ്ഞിട്ടൊരു ഫാഗോട്ടിക് സെല്ലുണ്ട്. ഈ സെല്ല് നമ്മുടെ പാത്തജൻസിനെ എൻഗൾഫ് ചെയ്തിട്ട് അതിനെ ഡൈജസ്റ്റ് ചെയ്ത് കളയും. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ളൊരു സെല്ലാണ് നാച്ചുറൽ കില്ലർ സെൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ക്യാൻസറസ് ആയിട്ടുള്ള ഒരു ഹോസ്റ്റ് സെൽ അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഹോസ്റ്റ് സെല്ലിനെ കണ്ടെത്തിയിട്ട് അത് ഡിറ്റക്ട് ചെയ്തിട്ട് അതിനെ ഡിസ്ട്രോയ് ചെയ്യുകയാണ് ഈ സെല്ല് ചെയ്യുന്നത്. ഇത് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയാണ്. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയിൽ 2 കോമ്പണൻസ് ആണ് ഇപ്പം ഞാൻ പറഞ്ഞത്. അടുത്തത് അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റിയാണ്. അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് ഡിഫെൻസ് ആണ് ഇവിടെ നടക്കുന്നത്. ഇതിന് നമുക്ക് സെക്കൻഡ് ലൈൻ ഓഫ് ഡിഫെൻസ് എന്ന് വിളിക്കാം. അതായത് എപ്പോഴാണോ നമ്മളൊരു സ്പെസിഫിക് പാത്തോജനായിട്ട് എക്സ്പോസ്ഡ് ആവുന്നത് അപ്പം നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി വർക്ക് ആവുകയും നമുക്കൊരു ലോങ് ടേമിൽ പ്രൊട്ടക്ഷൻ കിട്ടുകയും ചെയ്യും. ഇതിൻ്റെ നേച്ചർ ചോദിക്കുകയാണെങ്കിൽ നേരത്തെ നോൺ സ്പെസിഫിക് ആണ്, ഇവിടെ സ്പെസിഫിക് ആണ്. അതായത് ഓരോ യുണീക്കിനനുസരിച്ച്, അതായത് യുണീക്ക് ആയിട്ടുള്ള ആൻറ്റിജൻ അനുസരിച്ചാണ് കസ്റ്റം മെയ്ഡായിട്ട് ടൈലേർഡ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് നമുക്ക് കിട്ടുന്നത്. ആൻഡ് റെസ്പോൺസ് ടൈം എന്ന് പറയുന്നത് ഡിലേഡ് ആണ്. ഫസ്റ്റ് എക്സ്പോഷറിനൊന്നും അത്ര റെസ്പോൺസ് പെട്ടെന്ന് കിട്ടില്ല, അതായത് ഡേയ്സും വീക്സും ഒക്കെ എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇതിൻ്റെ മെമ്മറിയെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഇവിടെ മെമ്മറി പ്രസന്റ് ആണ്. അതായത് ഇപ്പം ഇതിലൊരു മെമ്മറി സെൽസ് ഉണ്ട്. ആ മെമ്മറി സെൽസ് പാത്തജനെ റെക്കഗ്നൈസ് ചെയ്യുകയും അതിനനുസരിച്ച് നമുക്ക് വേണ്ട ഡിഫെൻസീവ് റെസ്പോൺസ് തരികയും ചെയ്യും. ഈ പറഞ്ഞിരിക്കുന്ന ഈ മെമ്മറി പ്രസന്റ് ആയതുകൊണ്ട് തന്നെ ഇതാണ് നമ്മുടെ വാക്സിനേഷൻ്റെ ബയോളജിക്കൽ ബേസിസ് എന്ന് മനസ്സിലാക്കുക. 2 കോമ്പണൻസ് ആണുള്ളത്. ഒന്നിനെ നമ്മൾ ബി ലിംഫോസൈറ്റ്സ് അല്ലെങ്കിൽ ബി സെൽ എന്നും പറയും, രണ്ടാമത്തത് ടി ലിംഫോസൈറ്റ്സ് അല്ലെങ്കിൽ ടി സെൽ എന്ന് പറയും. ഈ ബി സെൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എപ്പോഴാണോ ആൻറ്റിബോഡി എപ്പോഴാണോ പാത്തോജൻസ് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നത് അതിനനുസരിച്ച് നമ്മുടെ ശരീരം ആൻറ്റിബോഡി ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ഈ പറഞ്ഞ പാത്തോജൻസിനെ ബ്ലഡിൽ ന്യൂട്രലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ടി ലിംഫോസൈറ്റ്സ് ആവട്ടെ നമ്മുടെ ബോഡിയിനകത്ത് ഒരു
സെല്ല് അതായത് ഒരു സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയാണ് ഈ T ലിംഫോസൈറ്റ്സ് ചെയ്യുന്നതും കൂടെ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഇമ്മ്യൂണിറ്റി എന്താണെന്ന് മനസ്സിലാക്കി. ഇനി ഇമ്മ്യൂൺ സിസ്റ്റത്തിലുള്ള ആക്ഷൻസ് എന്തൊക്കെയാണ്, അതായത് ആന്റിജൻ എന്താ, ആന്റിബോഡി എന്താ മുതലായ കാര്യങ്ങളാണ് നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത്. സോ നമുക്ക് എന്താണ് ഒരു ആന്റിജൻ എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിന്റെ കോർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ആന്റിജനും ആന്റിബോഡിയും തമ്മിലുള്ള ഇന്ററാക്ഷൻ ആണ്. ആന്റിജൻ എന്ന് പറയുന്നത് ഒരു ട്രിഗർ ആണ്. അതായത് ആന്റിജൻ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ആന്റിബോഡി ജനറേറ്റർ ആണെന്ന് പറയാം. ആന്റിജൻ ഒരു ഫോറിൻ സബ്സ്റ്റൻസ് ആണ്. ടിപ്പിക്കലി പറയുകയാണെങ്കിൽ ഇതൊരു പ്രോട്ടീനോ ഒരു പോളിസാക്കറൈഡോ ആയിരിക്കും. ഇത് നമുക്കൊരു പാത്തജന്റെ സർഫസിലാണ് ഈ ആന്റിജൻ കാണാൻ പറ്റുക. ഇത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ട്രിഗർ ചെയ്യുന്ന ഒരു വസ്തുവാണ്. ഇതൊരു നമുക്ക് വേണമെങ്കിൽ ഇതിനൊരു മോളിക്കുലർ ഐഡന്റിഫിക്കേഷൻ മാർക്കർ ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം എന്നൊക്കെ പറയാം. അപ്പോൾ നമ്മൾ ആന്റിജൻ എന്താന്ന് മനസ്സിലാക്കി. ഇനി ആന്റിബോഡി എന്താന്ന് നോക്കാം. ആന്റിബോഡി എന്ന് പറയുന്ന ഒരു എഫക്റ്റർ എന്നാണ് വിളിക്കാറുള്ളത്. ആന്റിബോഡി എന്ന് പറയുന്ന ഒരു ഇമ്മ്യൂണോഗ്ലോബിൻ ആണ്. ഇതിന്റെ ഷേപ്പ് ഇപ്പം നിങ്ങൾ പിക്ചർ കാണുന്നത് പോലെ ഒരു വൈ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ ആണ്. ഈ പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബി സെൽസ് ആണ്. ഈ പ്രോട്ടീന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെസിഫിക്കലി ഇതൊരു ഫോറിൻ ഒബ്ജക്ട്സിനെ സ്പെസിഫൈ ചെയ്ത് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനെ ന്യൂട്രലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആന്റിബോഡീസ് ഹൈലി സ്പെസിഫിക് ആണ്. അതായത് ഇപ്പം ഒരു ആന്റിബോഡിയുടെ ബൈൻഡിങ് സൈറ്റ് എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ആന്റിജന് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും. അതായത് ഫോർ എൻ എക്സാമ്പിൾ പോളിയോന്റെ ആന്റിബോഡി എന്ന് പറയുന്നത് ഒരിക്കലും COVID-19 ആന്റിജനുമായിട്ട് ബൈൻഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. COVID-19 വന്ന ഒരാൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആന്റിജൻ ഇല്ലേ, പാത്തോജനിക് ആയിട്ടുള്ള ആന്റിജൻ വന്നിട്ട് പോളിയോ ആന്റിബോഡിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. COVID-19 പറ്റിയ തരം ആന്റിബോഡിക്ക് തന്നെ ഇത് ബൈൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇതാണ് ആന്റിബോഡി അത്രയും ഹൈലി സ്പെസിഫിക് ആണെന്ന് പറയാൻ കാരണം. ഇനി മൂന്നാമത്തത് ഇമ്മ്യൂണോളജിക്കൽ മെമ്മറി എന്താണെന്നാണ്. ഇമ്മ്യൂണോളജിക്കൽ മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് രണ്ട് റെസ്പോൺസസ് ഉണ്ട്. അതായത് പ്രൈമറി റെസ്പോൺസും സെക്കൻഡറി റെസ്പോൺസും. പ്രൈമറി റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ഒരു പാത്തോജനുമായിട്ട് എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞാൽ സിസ്റ്റം സ്ലോ ആയിട്ട് ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അതായത് ആദ്യത്തെ പ്രാവശ്യം ഭയങ്കര സ്ലോ ആയിട്ടാണ് ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ, മെല്ലെ സമയമെടുക്കും. അതേസമയം സെക്കൻഡറി റെസ്പോൺസിന്റെ സമയത്ത് അതായത് റീ എക്സ്പോസ്ഡ് ആവുകയാണ് ഈ പാത്തോജനുമായിട്ട് നമ്മുടെ മെമ്മറി ബി ആൻഡ് ടി സെൽസ് ഇല്ലേ, ആ മെമ്മറി ബി ആൻഡ് ടി സെൽസ് ഇത് നേരത്തെ ഇതേ പാത്തോജൻ വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിനെ ഡിഫെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അറ്റാക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നിവർ മനസ്സിലാക്കിയിട്ട് റാപ്പിഡായിട്ട് ഇവർ മാസീവ് പ്രൊഡക്ഷൻ ഓഫ് ആന്റിബോഡീസ് നടത്തുകയും പാത്തോജൻസിന് എന്ത് ചെയ്യുക, ഡിസീസ് കോസ് ചെയ്യാതെ പ്രിവെന്റ് ചെയ്യുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്ത നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഒരു ഡിസോർഡർ അല്ലെ ഫെയിലിയർ സംഭവിക്കുന്നത് എപ്പോഴാണ് എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് ഡിസോർഡേഴ്സ് ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം എന്താണെന്ന് നമുക്ക് നോക്കാം. ആക്ച്വലി ഇത് മീൻ ചെയ്യുന്നത് എപ്പോഴാണ് ഇമ്മ്യൂണിറ്റി സിസ്റ്റം ജനറലി ഫെയിൽ ആവുന്നത് എന്നാണ്. സോ ആക്ച്വലി ഇതിന് 3 കാറ്റഗറീസ് ആയിട്ട് നമുക്ക് തിരിച്ചുകൊണ്ട് ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ ഡിസോർഡേഴ്സ് പറയാം. ഒന്നിനെ നമുക്ക് ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് വിളിക്കാം, രണ്ടാമത്തതിന് നമുക്ക് ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് വിളിക്കാം, അടുത്തതിനെ നമുക്ക് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി എന്ന് വിളിക്കാം. അപ്പം ഹൈപ്പർ സെൻസിറ്റിവിറ്റി അഥവാ നമുക്ക് ഇതിന് വേറെ 2 പേരിട്ട് വിളിക്കാം. അതാണ് സൈറ്റോകൈൻ സ്റ്റോം അല്ലെങ്കിൽ ഹൈപ്പർ റിയാക്ഷൻ. ഇതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രോ ഇൻഫ്ലമേറ്ററി സിഗ്നലിംഗ് പ്രോട്ടീൻ ആണ് സൈറ്റോകൈനിൻ. ഈ സൈറ്റോകൈനിൻ ഒരുപാട് അൺകൺട്രോൾഡ് ആയിട്ടും എക്സസീവ് ആയിട്ടും റിലീസ് ചെയ്യുന്നതിനെയാണ് സൈറ്റോകൈൻ സ്റ്റോം അല്ലെങ്കിൽ ഹൈപ്പർ ആക്ഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ കോൺസിക്വൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ എക്സസീവ് ആയിട്ട് ഇൻഫ്ലമേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഈ സൈറ്റോകൈനിൻ നമ്മുടെ സ്വന്തം ബോഡിയിലെ ഓൺ ടിഷ്യൂസ് ആൻഡ് ഓർഗൻസിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലങ്സിനെയും കിഡ്നീസിനൊക്കെ അറ്റാക്ക് ചെയ്യുന്നത്. ഇത് നമ്മുടെ മൾട്ടി ഓർഗൻ ഫെയിലിയർ ഒക്കെ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം നോക്കുകയാണെങ്കിൽ നമ്മുടെ COVID-19 കേസസിൽ ഒരുപാട് ആളുകൾ മരിച്ചതിന്റെ വൺ ഓഫ് ദി മേജർ റീസൺ എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന സൈറ്റോകൈൻ സെൽസ് കൂടുന്നത് കൊണ്ടും ആ കൂടിയിട്ട് നമ്മുടെ സ്വന്തം ഓർഗൻസിനെ അത് ഡിസ്ട്രോയ് ചെയ്യാനും അറ്റാക്ക് ചെയ്യാനും ശ്രമിച്ചിട്ട് മൾട്ടി ഓർഗൻ ഫെയിലിയർ സംഭവിച്ചത് കൊണ്ടുമാണ് ഒരുപാട് പേര് മരിച്ചത്. ഇതാണ് ഒന്നാമത്തത്. രണ്ടാമത്തതാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്താണെന്നുള്ളത്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് നമുക്ക് മിസ് ഐഡന്റിഫിക്കേഷൻ എന്ന് കൂടെ പറയാം. ഇത് ആക്ച്വലി എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് നമ്മുടേതേതാ നമ്മുടേതല്ലാത്തത് ഏതാന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല.
പറ്റുന്നില്ല. അതായത് സെൽഫ് ഏതാ നോൺ സെൽഫ് ഏതാന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അങ്ങനെ സ്വന്തം ഹെൽത്തി ബോഡി സെൽസിനെ അറ്റാക്ക് ചെയ്യുന്ന പാത്തോളജിക്കൽ സ്റ്റേറ്റിനെയാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയുന്നത്. 2 എക്സാമ്പിൾസ് ഉണ്ട്. ഒന്നാമത്തേതാണ് ടൈപ്പ് 1 ഡയബറ്റിക്സ്. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമുക്ക് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യണമല്ലോ, ഓഫ് കോഴ്സ്. അപ്പോൾ നമ്മുടെ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബീറ്റ സെൽസ് പാൻക്രിയാസിലാണ് ഇരിക്കുന്നത്. ഈ ബീറ്റ സെൽസിനെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അറ്റാക്ക് ചെയ്യുന്നതിനെയാണ് ടൈപ്പ് 1 ഡയബറ്റിക്സ് എന്ന് പറയുന്നത്. വേറൊന്നാണ് റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറയും. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ ജോയിന്റ്സിലൊക്കെ ഉള്ള ഒരു സിനോവിയൽ ലൈനിങ് ഉണ്ട്. ആ ലൈനിങ്ങിനെ അറ്റാക്ക് ചെയ്യുന്നതിനെയാണ് റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ 2 പറഞ്ഞു. ഇനി മൂന്നാമത് ഒരു ഡിസോർഡറും കൂടെ ഉണ്ട്, വിച്ച് ഇസ് നോൺ ആസ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ സപ്രഷൻ എന്ന് പറയുന്നത്. ഈ സ്റ്റേറ്റിൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് നമ്മുടെ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഒരു ഡിസീസോ ക്യാൻസറോ വന്നു കഴിഞ്ഞാൽ ഫൈറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഒന്നെങ്കിൽ കോംപ്രമൈസ്ഡ് ആവും, അല്ലെങ്കിൽ എൻറ്റയർലി ആ ഒരു എബിലിറ്റി നഷ്ടപ്പെടും. അതായത് എൻറ്റയർലി ആബ്സെന്റ് ആവുന്നതിനെയാണ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത്. ഇതിന് നല്ലൊരു എക്സാമ്പിൾ ആണ് HIV AIDS. ഇതൊരു ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ്. ഇവിടെ ആക്ച്വലി എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വൈറസസ് ഒക്കെ ഹെൽപ്പർ T സെൽസ് എന്ന് പറഞ്ഞിട്ടൊരു T സെൽ ഉണ്ട്, CD4 സെൽ എന്ന് പറയും ഇതിനെ. ഈ പറഞ്ഞിരിക്കുന്ന സെല്ലിനെ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പോയി ഡിസ്ട്രോയ് ചെയ്യുന്നു. ഈ സെല്ല് എന്ന് പറയുന്നത് ലൈക്ക് കമാൻഡേഴ്സ് ആണ് നമ്മുടെ ഇമ്മ്യൂണിറ്റിന്റെ. അപ്പൊ ഇതിനെ അറ്റാക്ക് ചെയ്ത് ഡിസ്ട്രോയ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഡിഫെൻസ്ലെസ് ആകുകയും നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഈ ഇൻഫെക്ഷൻസിനെതിരായിട്ട് ഡിഫെൻസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഇപ്പൊ TBന്റെ കേസാണെങ്കിലും ഫംഗൽ ഇൻഫെക്ഷന്റെ കേസിലൊക്കെ ആണെങ്കിലും ഈ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി അല്ലെ സപ്രഷൻ ആണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഈ പറയാൻ പോകുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ 2 തരത്തിലാണ് നമുക്ക് ഡിസീസസിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുക. ഒന്നിനെ നമുക്ക് കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്നും രണ്ടാമത്തതിന് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്നും പറയും. ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സണിൽ നിന്നും മറ്റൊരു പേഴ്സണിലേക്കോ ഒരു ഹോസ്റ്റ് ആനിമലിൽ നിന്നും മറ്റൊരു പേഴ്സണിലേക്കോ പകരുന്ന ഡിസീസസിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്നത്. നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സൺ ടു പേഴ്സണിൽ ഇത് എന്താ പറയുക ഈ ഒരു ഡിസീസ് പകരില്ല. സോ നമുക്ക് കമ്മ്യൂണിക്കബിൾ ഡിസീസസിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഒരു ഫിസിക്കൽ കോണ്ടാക്റ്റിലൂടെയോ കണ്ടാമിനേറ്റഡ് സർഫസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റിലൂടെയോ ഒരു വെക്ടറിലൂടെയോ അല്ലെങ്കിൽ എയർബോൺ ആയിട്ടോ നമുക്ക് കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഒരു പേഴ്സണിൽ നിന്നും മറ്റൊരു പേഴ്സണിലേക്കോ അല്ലെങ്കിൽ ഒരു ആനിമലിൽ നിന്നോ ഇൻസെക്റ്റിൽ നിന്നോ ഒരു ഹ്യൂമനിലേക്കോ ട്രാൻസ്മിറ്റ് ചെയ്യാം. ഇപ്പോൾ ഫിസിക്കൽ കോണ്ടാക്റ്റിന്റെ കേസ് പറയുകയാണെങ്കിൽ ഡയറക്റ്റ് ടച്ചിലൂടെ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഡിസീസ് വരാം, അല്ലെങ്കിൽ സെക്ഷൽ ഇന്റർകോഴ്സ് ഫോർ എക്സാമ്പിൾ HIV അല്ലെങ്കിൽ ഗുണേറിയ ഒക്കെ ഇങ്ങനെയാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഫീക്കൽ അല്ലെങ്കിൽ ഓറൽ ട്രാൻസ്മിഷൻസിലൂടെ നമുക്ക് ഫിസിക്കൽ കോണ്ടാക്ട് വഴി കമ്മ്യൂണിക്കബിൾ ഡിസീസ് വരെ. ഇതിനൊരു എക്സാമ്പിൾ ഹെപ്പറ്റൈറ്റിസ് A ആണ്. ഇനി കണ്ടാമിനേറ്റഡ് സർഫസ് അല്ലെ ഒബ്ജക്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മളൊരു വൈറസ് ഉള്ള ഒരു പെർട്ടിക്കുലർ പ്ലേസ് ടച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസ് വരും. ഇതിനെ നോർവോക് വൈറസ് എന്നൊക്കെ പറയും. അതുപോലെ തന്നെ നമ്മൾ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡോ വാട്ടറോ ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അപ്പോഴും നമുക്ക് കുറച്ച് കമ്മ്യൂണിക്കബിൾ ഡിസീസ് വരും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സാൽമോണല്ല, കോളറയൊക്കെ വരുന്നത് ഈ രൂപത്തിലാണ്. ഇനി അതേപോലെ വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഇൻസെക്റ്റോ ആനിമലോ ബൈറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന കമ്മ്യൂണിക്കബിൾ ഡിസീസ് വരാം. എക്സാമ്പിൾ ആണ് മൊസ്കിറ്റോ മലേറിയ പരത്തുന്നതും അതുപോലെ പ്ലേഗ് പരത്തുന്നതും ഒക്കെ. അതുപോലെ എയർബോൺ ആയിട്ട് നമുക്ക് അതായത് എയർ ഡ്രോപ്ലെറ്റ്സ് നമ്മൾ ഈ പാത്തോജൻ അടങ്ങിയ എയർ ഡ്രോപ്ലെറ്റ്സ് ബ്രീത്ത് ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന എയർബോൺ ആയിട്ടുള്ള അസുഖങ്ങൾ വരാം. ഇതിന് നല്ലൊരു എക്സാമ്പിൾ ആണ് ട്യൂബർക്യുലോസിസും മീസിൽസും ഒക്കെ. ഇനി നമ്മളിപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഏതൊക്കെ രീതിയിൽ കോണ്ടാക്ട്സിലൂടെ വരുന്നതാണ്. ഇനി അടുത്ത നോക്കാനുള്ളത് ഏതൊക്കെ ഇൻഫെക്ഷ്യസ് ഏജൻസ് ആണ് ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസ് കോസ് ചെയ്യുന്നത് എന്നുള്ളതും കൂടെ നോക്കാം. സോ നമ്മൾ പറയാൻ പോകുന്ന ഏജൻസ് ആണ് ബാക്ടീരിയ, വൈറസ്, പ്രോട്ടോസോവ ആൻഡ് ഫംഗൈ അല്ലെങ്കിൽ ഫംഗസ്. അപ്പോൾ ഓരോന്നും അതിന്റെ ബയോളജിക്കൽ നേച്ചറും കീ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഡിസീസസിന്റെ എക്സാമ്പിൾ പറയാം. ഇതിനുശേഷം നമുക്ക് ഓരോന്നും വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒന്നാമത്തേത് ബാക്ടീരിയ ആണ്. ബാക്ടീരിയ ആക്ച്വലി ഒരു യൂണിസെല്ലുലർ ആയിട്ടുള്ള പ്രോകാരിയോട്ട്. അന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സിംഗിൾ സെൽഡ് ഓർഗാനിസം ആണ്. ഇതിനൊരു ട്രൂ ന്യൂക്ലിയസ് ഇല്ലെന്നാണ് അർത്ഥം. ഇതിന് ആക്ച്വലി സ്വന്തമായിട്ട് സർവൈവ് ചെയ്യാൻ വേണ്ടി പറ്റും, അതായത് ഒന്നിനും ഡിപ്പെൻഡ് ചെയ്യുന്നൊന്നുമില്ല. ആൻഡ് ഇതിന് നമുക്ക് ഒരു ആൻറ്റിബയോട്ടിക്സ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ബാക്ടീരിയ വെച്ചുണ്ടാകുന്ന ഡിസീസസ് ആണ് ഒന്ന് TB അല്ലെങ്കിൽ ട്യൂബർക്യുലോസിസ് എന്ന് പറയും. പിന്നെ കോളറയും ടൈഫോയിഡും എക്സാമ്പിൾസ് ആയിട്ട് പറയാൻ പറ്റും.
രണ്ടാമത്തേത് വൈറസ് ആണ്. വൈറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസെല്ലുലർ ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സെല്ലല്ല, ഇത് ജസ്റ്റ് ഒരു ജനറ്റിക് മെറ്റീരിയൽ മാത്രമാണ്. അതായത് DNA RNA ആയിരിക്കും. ഇതിന്റെ പുറത്തൊരു പ്രോട്ടീൻ ഷെല്ലും ഉണ്ടാകും. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെറുതെ ഇരിക്കും. അതായത് ഔട്ട്സൈഡ് ലിവിങ് ഹോസ്റ്റ് ഇതിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനോ റീപ്രൊഡ്യൂസ് ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷെ വൺസ് ഒരു ലിവിങ് ഹോസ്റ്റിൽ ഇത് കയറി കഴിഞ്ഞാൽ ഇതിന് മൾട്ടിപ്ലൈ ചെയ്ത് റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. ഇതിന് എക്സാമ്പിൾ ആണ് COVID-19, നിപ്പ, ഡെങ്കു, എയ്ഡ്സ് എന്നൊക്കെ പറയുന്നത്. അടുത്തത് ഏജന്റ് ആണ് പ്രോട്ടോസോവ. പ്രോട്ടോസോവ എന്ന് പറയുന്ന ഒരു യൂണിസെല്ലുലർ യൂകാരിയോട്ട് ആണ്. ഇത് ആക്ച്വലി ഒരു ബിഹേവ് ചെയ്യുന്നത് ഒരു ടൈനി ആനിമലിനെ പോലെയാണ്. നമുക്ക് വെക്ടേഴ്സിലും അതുപോലെ തന്നെ വാട്ടറിലൊക്കെ കാണാൻ വേണ്ടി പറ്റും. ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മലേറിയ, അതുപോലെ തന്നെ അമീബിക് ഡിസെൻട്രി എന്നൊക്കെ പറയാൻ വേണ്ടി പറ്റും. പിന്നെ അടുത്ത ഏജന്റ് ആണ് ഫംഗസ്. ഫംഗസ് ഒരു യൂകാരിയോട്ട് ആണ്. ഇതിനൊരു യൂണിസെല്ലുലറും ആവാം, മൾട്ടി സെല്ലുലർ ആവാം. യൂണിസെല്ലുലർ എന്ന് വെച്ചാൽ ഈസ്റ്റ് എന്ന് പറയുന്നൊരു ഫംഗസ് ആണല്ലോ. അതുപോലെ മൾട്ടി സെല്ലുലറിന് മോൾഡ്, നമ്മുടെ ബ്രെഡിന്റെ മോളൊക്കെ കാണുന്ന മോൾഡ് ഒരു മൾട്ടി സെല്ലുലർ ഫംഗസ് ആണ്. ആൻഡ് ഇത് പറയുന്നത് ഒരു ഓർഗാനിക് മാറ്ററിനെയാണ് ഫീഡ് ചെയ്ത് ജീവിക്കുന്നത്. നല്ലൊരു ഡിസീസിന് എക്സാമ്പിൾ ആണ് മൈക്കോർമൈക്കോസിസ് എന്ന് പറയുന്നത്, അതായത് ബ്ലാക്ക് ഫംഗസ്. അതുപോലെ റിംഗ് വേം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിസീസും പിന്നെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാൻ വേണ്ടി പറ്റും. ഫസ്റ്റ് നമുക്ക് ബാക്ടീരിയൽ ഡിസീസസ് നോക്കാം. ബാക്ടീരിയൽ ഡിസീസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ട്യൂബർക്യുലോസിസ് അഥവാ TB എന്ന് പറയുന്നത്. ഈ ട്യൂബർക്യുലോസിസ് ഒരു ഇൻഫെക്ഷ്യസ് ഡിസീസ് ആണ്. ആൻഡ് ഇത് കോസ് ചെയ്യുന്ന ബാക്ടീരിയം എന്ന് പറയുന്നത് മൈക്കോ ബാക്ടീരിയം ട്യൂബർക്യുലോസിസ് ആണ്. ഇത് പ്രൈമർലി എഫക്ട് ചെയ്യുന്ന ലങ്സിനെയാണ്. ആൻഡ് ലങ്സിനെ എഫക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ തരത്തിലുള്ള TB നമ്മൾ പൾമണറി TB എന്ന് വിളിക്കും. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ലങ്സിനെ മാത്രമാണോ എഫക്ട് ചെയ്യുന്നത്? അല്ല, ഐ സെഡ് പ്രൈമർലി എഫക്ട് ചെയ്യുന്ന ലങ്സിനെയാണ്. ഇത് മറ്റ് പാർട്സിനെയും അറ്റാക്ക് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ സ്പൈന്, അതുപോലെ ബ്രെയിന്, കിഡ്നിനെയൊക്കെ ഇത് എഫക്ട് ചെയ്യും. ഇങ്ങനെ എഫക്ട് ചെയ്യുന്ന ട്യൂബർക്യുലോസിസിനെയാണ് എക്സ്ട്രാ പൾമണറി ട്യൂബർക്യുലോസിസ് എന്ന് വിളിക്കുന്നത്. WHO പ്രകാരം TBയുടെ ഡെത്ത് എന്ന് പറയുന്നത് ഒരുപാട് കൂടുതലാണെന്ന് മനസ്സിലാക്കുക. അതായത് HIV എയ്ഡ്സിനെയും കാട്ടും കൂടുതലാണ് TB കാരണം ആളുകൾ മരിക്കുന്നത്. ഇന്ത്യയുടെ കേസ് എടുക്കുകയാണെങ്കിൽ വേൾഡിൽ തന്നെ വെച്ച് നോക്കിയാൽ ഇന്തോനേഷ്യയും ചൈനയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ TB പേഷ്യൻസ് ഉള്ളത് ഇന്ത്യയിലാണ്. ഈ TBയെ ഡിസീസ് ഓഫ് പോവേർട്ടി എന്ന് വിളിക്കാറുണ്ട്. കാരണം ഇത് എക്കണോമിക് ഡിസ്ട്രസ്സോ അല്ലെങ്കിൽ ഒരു മാർജിനലൈസേഷൻ ഇൻക്രീസ് ചെയ്യുന്ന സമയത്തൊക്കെയാണ് ഈ TB വരാറുള്ളത്. TB വന്ന ഒരാളുടെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി TBന്റെ സയൻസ് എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് തിങ് ഇസ് ഭയങ്കര പേഴ്സിസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഭയങ്കര ചുമ ഉണ്ടാവും. ഈ ചുമ എന്ന് പറഞ്ഞാൽ ഒരു 3 വീക്കിനൊക്കെ മോളിലൊക്കെ ചുമ ഉണ്ടെങ്കിൽ ഇതൊരു TBയുടെ സിംറ്റം ആണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതോടൊപ്പം തന്നെ നമ്മൾ ചുമയ്ക്കുമ്പോൾ ബ്ലഡ് വരുന്നുണ്ടെങ്കിലോ നമുക്ക് ഭയങ്കരമായിട്ട് ചെസ്റ്റ് പെയിൻ വരികയാണ്, രാത്രി ഭയങ്കരമായിട്ട് നമുക്ക് വിയർക്കുന്നുണ്ട്, അതുപോലെ തന്നെ പനി, പിന്നെ ഒരു എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ വെയിറ്റ് കുറയൊക്കെ ചെയ്യുവാണെങ്കിൽ ഇത് TBയുടെ സിംറ്റം ആയിട്ട് നമുക്ക് പറയാം. ഇനി TB ക്യൂറബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് TB എന്ന് പറയുന്ന അസുഖം ക്യൂറബിൾ ആണ്. പക്ഷെ ഇതിന് സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ ഈ ട്രീറ്റ്മെന്റ് 6 months ഒക്കെയാണ് നമ്മൾ എടുക്കുന്നത്, ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ BCG വാക്സിൻ നമ്മളിവിടെ നമ്മൾ പെർട്ടിക്കുലർലി ചിൽഡ്രൻസിനൊന്നും ട്യൂബർക്യുലോസിസ് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു വാക്സിൻ കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇങ്ങനെ നമ്മൾ വാക്സിൻസ് ഉണ്ടാക്കിയെങ്കിലും ഈ പറഞ്ഞിരിക്കുന്ന TB ചില സമയങ്ങളിൽ ഡ്രഗ് റെസിസ്റ്റന്റ് ആയിട്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഒന്നാമത്തത് നമ്മൾ മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് എന്ന് പറയും. അതായത് ഇപ്പം സാധാരണഗതിയിൽ നമ്മൾ ഫസ്റ്റ് ലൈൻ ഡ്രഗ് ആയിട്ട് 2 തരം TB ഡോസസ് കൊടുക്കും. ഇപ്പം ഈ TB ഡോസിനേക്കാൾ കൂടുതലാണ് ഇത് അതായത് TB ഡോസ് കൊടുത്തിട്ടും നമ്മുടെ TBക്ക് എതിരായിട്ട് റെസ്പോൺസ് ഒന്നും വരുന്നില്ലെങ്കിൽ അപ്പൊ അതിനെ മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് എന്ന് പറയും. ഇനി XDR TB എന്ന് പറഞ്ഞാൽ എക്സ്റ്റെൻസീവ്ലി ഡ്രഗ് റെസിസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു റെയർ ടൈപ്പ് ഓഫ് റെസിസ്റ്റൻസ് ആണ്. അതായത് നമ്മൾ MDR ഡ്രഗിന്റെ കൂടെ തന്നെ വേറെ 2-3 ഇഞ്ചെക്റ്റബിൾ ആയിട്ടുള്ള സെക്കൻഡ് ലൈൻ ഡ്രഗ് കൊടുക്കും. എന്നിട്ടും ഈ പറഞ്ഞിരിക്കുന്ന പ്രത്യേകിച്ച് മാറ്റമൊന്നും TB പേഷ്യൻസിന് വന്നില്ലെങ്കിൽ ഇതിന് XDR TB എന്ന് പറയും. ഇനി TDR TB ഉണ്ട്, അതായത് ടോട്ടലി ഡ്രഗ് റെസിസ്റ്റന്റ് ആണ്. ഇവിടെ ഫസ്റ്റ് ലൈനും സെക്കൻഡ് ലൈൻ ഡ്രഗ്സിനെയും ഈ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ബാക്ടീരിയ ഉള്ളത്, അല്ലെ പാത്തോജൻ ഉള്ളതെങ്കിൽ അതിനെ TDR TB എന്നാണ് പറയാം. നെക്സ്റ്റ് വരുന്ന ഒരു ഡിസീസാണ് ലെപ്രസി എന്ന് പറയുന്നത്. ഇതിനെ ഹാൻസൻസ് ഡിസീസ് എന്നൊക്കെ പറയും. നമ്മുടെ ക്രോണിക് ഇൻഫെക്ഷ്യസ് ഡിസീസസിലെ ഏറ്റവും ഓൾഡസ്റ്റ് റെക്കോർഡഡ് ആയിട്ടുള്ള ഒരു ഡിസീസാണ് ലെപ്രസി. ഇത് കോസ് ചെയ്യുന്ന ബാക്ടീരിയ എന്ന് പറയുന്നത് മൈക്രോ ബാക്ടീരിയം ലെപ്ര എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ആണ്. ഇനി മെയിൻലി എവിടെയാണ് ലെപ്രസി എഫക്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് സ്കിന്നിൽ എഫക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പെരിഫറലിയുള്ള നെർവ്സിന്, അതുപോലെ ഐസിന്, നമ്മുടെ നോസിന്റെ ലൈനിങ്ങിലൊക്കെ ഈ പറഞ്ഞിരിക്കുന്ന അസുഖം എഫക്ട് ചെയ്യാറുണ്ട്.
ട്രാൻസ്മിഷൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര കണ്ടേജിയസ് അല്ല, അതായത് ഭയങ്കരമായിട്ട് രോഗം ഇങ്ങനെ കണ്ടേജിയസ് ആയിട്ട്, അതായത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഇങ്ങനെ അങ്ങനെ ഒരുപാടൊന്നും പോയില്ല. പക്ഷെ ഇത് സ്പ്രെഡ് ആവുന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ അൺട്രീറ്റഡ് ആയിട്ടുള്ള ഒരു ലെപ്രസി പേഷ്യന്റ്, ആ പേഷ്യന്റിന്റെ അടുത്ത് നമ്മൾ ക്ലോസ് ആയിട്ടുള്ള ഒരു കോണ്ടാക്ട് വരികയോ അല്ല ഫ്രീക്വന്റ് ആയിട്ട് കോണ്ടാക്ട് വരികയോ ചെയ്യുകയാണെങ്കിൽ മൂക്കിൽ കൂടെയും അതുപോലെ തന്നെ മൗത്ത് കൂടെയൊക്കെ എയർ ഡ്രോപ്ലെറ്റ്സ് വഴിയായിരിക്കും ഇത് സ്പ്രെഡ് ചെയ്യുന്നുണ്ടാവാം. ഇനി സിംറ്റം നോക്കുകയാണെങ്കിൽ എപ്പോഴും ലെപ്രസി ഉള്ള ആളുകൾക്ക് ഒരു ലൈറ്റ് കളേർഡ് ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ റെഡ് കളർ ആയിട്ടുള്ള ഒരു സ്കിൻ പാച്ച് കാണാൻ വേണ്ടി പറ്റും. ആൻഡ് ഈ സ്ഥലത്ത് അവർക്ക് സെൻസേഷൻ, അതായത് പിടിച്ചാലോ മാന്തിയാലൊന്നും അങ്ങനെ പെട്ടെന്ന് അറിയില്ല, സെൻസേഷൻ കുറവായിരിക്കും. അതുപോലെ തന്നെ ഇവരുടെ കയ്യിലും കാലിലും ഒക്കെ വീക്ക്നെസ് ഉണ്ടാകും. അതുപോലെ നമ്മളിത് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ പ്രോഗ്രസീവ്ലി ഈ പറഞ്ഞിരിക്കുന്ന സ്കിൻ ആയിക്കോട്ടെ, നെർവ് ആയിക്കോട്ടെ, ലിംബ് ആയിക്കോട്ടെ, ഐ ആയിക്കോട്ടെ, ഇതിലൊക്കെ പെർമനന്റ് ഡാമേജ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇതിന് ട്രീറ്റ്മെന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലെപ്രസി എന്ന് പറയുന്നത് ക്യൂറബിൾ ആയിട്ടുള്ള ഒരു ഡിസീസ് ആണ്. ഇതിന് നമുക്ക് മൾട്ടി ഡ്രഗ് തെറാപ്പിയാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ കുറച്ച് ഡ്രഗ്സിന്റെ കോമ്പിനേഷൻ ഉണ്ടാകുന്ന ഒരു ഡ്രഗാണ് യൂസ് ചെയ്യുന്നത്. ഇതിന് ട്രീറ്റ്മെന്റ് ഒരു ഓൾമോസ്റ്റ് ഒരു 6 മാസം മുതൽ 12 മാസം വരെ എടുക്കും നമുക്ക് ഈ ലെപ്രസി ട്രീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. സോ ഇതാണ് ലെപ്രസിയെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്ത വരുന്നത് ആന്ത്രാക്സ് എന്താണെന്നാണ്. ആന്ത്രാക്സ് എന്നത് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ഇൻഫെക്ഷ്യസ് ഡിസീസ് ആണ്. ഇതൊരു റോഡ് ഷേപ്ഡ് ആയിട്ടുള്ള ബാക്ടീരിയയുടെ പേര് ബാസിലസ് ആന്ത്രാക്സിസ് എന്നാണ്. ഈ ബാക്ടീരിയ ആണ് ഈ പറഞ്ഞ ഒരു രോഗം ഉണ്ടാക്കുന്നത്. ആൻഡ് ഇത് കോസ് ചെയ്യുന്നത് ഒരു സൂനോട്ടിക് ഡിസീസ് ആണ് ഈ ഒരു ഡിസീസ് എന്ന് പറയാം. അതായത് അതിന്റെ അർത്ഥം ഒരു ഡൊമസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വൈൽഡ് ആനിമലോ ആയിരിക്കും ഈ ഡിസീസിൽ എഫക്റ്റ് ആവുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കാറ്റില് അല്ലെങ്കിൽ ഷീപ്പ് അല്ലെങ്കിൽ ഗോട്ടൊക്കെ ആയിരിക്കും. പിന്നെ ട്രാൻസ്മിഷൻ പറയുകയാണെങ്കിൽ ഇതൊരു പേഴ്സണിൽ നിന്ന്, ഇപ്പോൾ ഒരു ഹ്യൂമണിൽ നിന്ന് മറ്റൊരു ഹ്യൂമണിലേക്ക് സ്പ്രെഡ് ചെയ്യൊന്നുമില്ല. പക്ഷെ എങ്ങനെയാണ് ഹ്യൂമൻസ് ഇതിൽ എഫക്റ്റഡ് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആനിമൽ അല്ലെങ്കിൽ ഒരു കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ആനിമൽ പ്രൊഡക്ട്സ്, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വൂള് അല്ലെങ്കിൽ ആനിമലിന്റെ മീറ്റ്, ഇതൊക്കെ ഉപയോഗിക്കുന്ന സമയത്തൊക്കെ ബാക്ടീരിയ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലേക്ക് കയറുകയാണ് ചെയ്യുന്നത്. ഇനി ആന്ത്രാക്സിന്റെ സിംറ്റം എന്ന് പറയുന്നത് ഏത് വഴിയിൽ കൂടെയാണ് നമ്മുടെ ബോഡിയിലേക്ക് ഈ ഒരു ആന്ത്രാക്സിന്റെ ഈ പറഞ്ഞ ബാക്ടീരിയ കയറുന്നതിനനുസരിച്ചായിരിക്കും ഓരോ സിംറ്റംസ് ഉണ്ടാവുക. അതായത് സ്കിന്നിലൂടെയാണോ ലങ്സിലൂടെയാണോ ഗട്ടിലൂടെയാണോ കയറുന്നതിനനുസരിച്ചിട്ട്. ഇപ്പൊ സിംറ്റം പറയുകയാണെങ്കിൽ സ്കിന്നിലെ ബ്ലിസ്റ്റേഴ്സ്, അതുപോലെ ഫീവർ, മസിൽ പെയിൻ മുതൽ സിവിയർ ആയിട്ട് പോകുന്ന സമയത്ത് റെസ്പിറേറ്ററി ഡിസ്ട്രസ് വരെ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന സിംറ്റം ആയിട്ട് പറയാൻ വേണ്ടി പറ്റും. ട്രീറ്റ്മെന്റിന്റെ കേസ് പറയുകയാണെങ്കിൽ ആന്റിബയോട്ടിക്സ് ട്രീറ്റ്മെന്റ് ആണ് എടുക്കുന്നത്. ഇത് 60 ഡേയ്സിന്റെ കോഴ്സ് ആണ്. ഇതാണ് ആക്ച്വലി യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പം ഈ പറഞ്ഞിരിക്കുന്ന ആന്ത്രാക്സിന്റെ ഒരു വാക്സിൻ ഉണ്ടോ എന്ന് വെച്ചാൽ വാക്സിൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെ എല്ലാവർക്കും ഈ വാക്സിൻ കൊടുക്കാറില്ല. കുറച്ച് റിസർവ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിന് അല്ലെങ്കിൽ ഹൈ റിസ്ക് ഗ്രൂപ്പിന് കൊടുക്കാറില്ല. എക്സാമ്പിൾ സോൾജേഴ്സിനും വെറ്റിനേറിയൻസിനും ഒക്കെയാണ് നമ്മൾ ഈ വാക്സിൻസ് കൊടുക്കാറുള്ളൂ. നമ്മൾ ബാക്ടീരിയൽ ഡിസീസ് എന്താണെന്നൊക്കെ മനസ്സിലാക്കി. ഇനി വൈറസ് കോസ് ചെയ്യുന്ന കുറച്ച് ഇൻഫെക്ഷ്യസ് ഡിസീസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ബാക്ടീരിയ കോസ് ചെയ്യുന്ന ഒന്നാമത്തെ ഡിസീസാണ് HIV അഥവാ എയ്ഡ്സ് എന്ന് പറയുന്നത്. ഇതൊരു അക്വേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം ആണ്. ആക്ച്വലി ഇതിന്റെ കോസേറ്റീവ് ഏജന്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ്. ഇതിന് നമുക്ക് ലെൻഡി വൈറസ് എന്ന് പറയുന്ന ഒരു ഫാമിലി ഗ്രൂപ്പ് ഉണ്ട്. ഈ റെട്രോ വൈറസ് എന്ന് പറയുന്ന ഒരു സബ് ഗ്രൂപ്പിന്റെ അതിൽ ബിലോങ് ചെയ്തിരിക്കുന്ന ഒരു പ്രത്യേക തരം വൈറൽ ഡിസീസാണ് ഈ പറഞ്ഞിരിക്കുന്ന HIV അല്ലെങ്കിൽ എയ്ഡ്സ് എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി ഇവർക്കൊരു ലോങ് ഇൻക്യുബേഷൻ പീരീഡ് ഉണ്ടാവും. ഇതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി ഈ പറഞ്ഞിരിക്കുന്ന വൈറസ് ആക്ച്വലി ടാർഗറ്റ് ചെയ്യുന്നതും ഡിസ്ട്രോയ് ചെയ്യുന്നതും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു CD4 എന്ന് പറഞ്ഞ T ഹെൽപ്പർ സെൽസിനെയാണ്. ഇതൊരു വൈറ്റ് ബ്ലഡ് സെല്ലാണ്. ഈ വൈറ്റ് ബ്ലഡ് സെൽസ് ആണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ കമാൻഡേഴ്സ്. അങ്ങനെ ഇതിനെ നശിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഒരു ഡിഫെൻസ്ലെസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. കറന്റ് ഈ പറഞ്ഞിരിക്കുന്ന HIV നമുക്ക് ക്യൂർ ഉണ്ടോ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് സക്സസ്ഫുൾ ആവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി ഇതിന് ക്യൂർ ഒന്നും ഇല്ല. ഇപ്പൊ ഒരു പേഴ്സൺ ഇൻഫെക്റ്റഡ് ആണെങ്കിൽ ആ വൈറസിനെ നമ്മുടെ ബോഡിക്ക് കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ സ്റ്റിൽ യൂണിവേഴ്സലി ഇത് ഒരു അവൈലബിൾ ആയിട്ടുള്ള ക്യൂർ ഇല്ലെങ്കിലും ഈ ഫങ്ഷണൽ ആയിട്ടുള്ള ക്യൂർ, അതായത് നമുക്ക് ഡെയിലി പിൽസ് ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് വൈറസിനെ സപ്രസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് നമ്മൾ ജീൻ എഡിറ്റിങ്ങിലൂടെയാണ് ചെയ്യുന്നത്. എക്സാമ്പിൾ EBT101 ഒരു എക്സാമ്പിൾ ആണ്. ഇതുപോലെ തന്നെ നമുക്ക് സ്റ്റെം സെൽ ഇല്ലേ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റെം സെൽ എന്താന്ന്. അപ്പൊ സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ് ചെയ്തുകൊണ്ടും നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ചില സ്പെസിഫിക് ക്ലിനിക്കൽ കേസസിലൊക്കെ നമ്മൾ HIV നമ്മൾ ഫങ്ഷണൽ ക്യൂർ ചെയ്യാറുണ്ട്.
അപ്പം ഇപ്പൊ HIV എന്ന് പറയുന്ന ഒരു മാനേജബിൾ ആയിട്ടുള്ള ക്രോണിക് കണ്ടീഷനാണ് കാണുന്നത്, റാദർ ദാൻ എ ഡെത്ത് സെന്റൻസ് എന്നുള്ളത് ഓർക്കാം. നമ്മൾ സാധാരണ HIV ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ആണ് എലിസ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇതൊരു എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബന്റ് അസേ എന്നാണ് ഇതിന്റെ ഫുൾ ഫോം. ഇതിന്റെ ആക്ച്വൽ പ്രിൻസിപ്പിൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബോഡി ആന്റിബോഡീസ് ഉണ്ടാക്കുന്നത് എപ്പോഴാണ്? ആന്റിജൻ ഉണ്ടാക്കും. ആന്റിജൻ പുറത്തുനിന്ന് വരുമ്പോൾ, അതായത് ആന്റിജൻ അഗെയിൻസ്റ്റ് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ ബോഡി ഒരുപാട് ആന്റിബോഡീസ് ഉണ്ടാക്കുന്നു എന്നാൽ അതിന്റെ അർത്ഥം എന്താണ്? ഒരുപാട് ആന്റിജൻ അകത്ത് കയറിയിട്ടുണ്ട്. ഈ ഒരു പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ എലിസ ടെസ്റ്റ് നടത്തുന്നത്. ഇത് നമുക്ക് HIV മാത്രമല്ല ഈ എലിസ ടെസ്റ്റ് നമ്മൾ പ്രൈമറി സ്ക്രീനിങ് ടൂളായിട്ട് യൂസ് ചെയ്യുന്നത്. ലൈമേ ഡിസീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡിസീസും സീക്കയിലും അതുപോലെ റോട്ട വൈറസ് ഒക്കെ കണ്ടുപിടിക്കാനും എലിസ ടെസ്റ്റ് നടത്താറുണ്ട്. ഇനി ട്രീറ്റ്മെന്റിന്റെ കേസ് പറയുകയാണെങ്കിൽ നമ്മൾ ഹൈലി ആക്ടിവേറ്റഡ് ആന്റിറിയോ വൈറൽ തെറപ്പിയാണ് യൂസ് ചെയ്യുന്നത്. ഇത് ആക്ച്വലി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു 3 or more ആന്റി റെട്രോ വൈറൽ ഡ്രഗ്സ് നമ്മൾ ഒരുമിച്ച് എടുക്കും. ഇതെന്തിനാണ് ഇങ്ങനെ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്കറിയാം ഒരു വൈറസ് അകത്ത് കയറി കഴിഞ്ഞാൽ ആ വൈറസ് കുറെ മൾട്ടിപ്പിൾ കോളനീസ് ഓഫ് വൈറസസിനെ ഉണ്ടാക്കും. ഈ പറഞ്ഞിട്ട് ആദ്യം കയറിയ വൈറസിന്റെ വയസ്സായിരിക്കില്ല അപ്പം പിന്നെ ഉണ്ടായ വൈറസിന്റെ വയസ്സ്. അപ്പൊ എന്ന് വെച്ചാൽ ഓരോരുത്തരും ഓരോ ഡിഫറെന്റ് ലൈഫ് സൈക്കിളായിരിക്കും ഉണ്ടാവുക. അപ്പൊ അതിനെ സൈമിൾട്ടേനിയസ്ലി നമുക്ക് അറ്റാക്ക് ചെയ്ത് ഡിസ്ട്രോയ് ചെയ്യണമെങ്കിലും, അതുപോലെ തന്നെ ഇപ്പൊ നമ്മള് ഒരു അതായത് ഇപ്പോൾ ഫസ്റ്റ് ലൈഫ് ടൈമിന്റെ തുടക്കത്തിലുള്ള രീതിയിലുള്ള ഒരു ഡ്രഗാണ് കൊടുക്കുന്നതെങ്കിൽ അതിന് മ്യൂട്ടേഷൻ സംഭവിക്കാനും അതുപോലെ തന്നെ മ്യൂട്ടേഷൻ ചെയ്തിട്ട് ആ ഒരു ഡ്രഗിനെതിരെ റെസിസ്റ്റൻസ് ഈ വൈറസിന് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ നമുക്കൊരു സിംഗിൾ ഡ്രഗ് പകരം ഇങ്ങനെ മൾട്ടിപ്പിൾ ഡ്രഗ്സ് ഒരൊറ്റ ഡോസ് ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇത് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന HAART ഹൈലി ആക്റ്റീവ് ആന്റി റെട്രോവൈറൽ തെറപ്പി യൂസ് ചെയ്യുന്നത്. നമ്മുടെ HIV ഗോൾ എന്ന് പറഞ്ഞാൽ 95 എന്ന് പറഞ്ഞ ഒരു ടാർജറ്റ് ആണ്. ഇതിന്റെ അർത്ഥം 95% ഇപ്പം HIV ആയിട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് അവരുടെ ഇപ്പത്തെ HIV സ്റ്റാറ്റസ് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു അവസ്ഥ കൊടുക്കണം. ഇനി ഈ പറഞ്ഞിരിക്കുന്ന ഈ HIV സ്റ്റാറ്റസ് അറിഞ്ഞ ആൾക്കാര്, ഡയഗ്നോസ്ഡ് ആയിട്ടുള്ള ആൾക്കാര് 95% ഉണ്ടെങ്കിൽ ഈ 95% ആൾക്കാർക്കും ആന്റി റിട്രോവൈറൽ തെറപ്പി കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഇങ്ങനെ ട്രീറ്റ്മെന്റിലുള്ള 95% ആൾക്കാർക്ക് വൈറൽ സപ്രഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റണം എന്നുള്ളതാണ് ഈ 95 ടാർജറ്റ്. അതോടൊപ്പം തന്നെ 30 വിഷൻ എന്നിട്ട് ഒരു വിഷൻ ഉണ്ട്. ഇതിന്റെ അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് പുതിയ HIV കേസസ് 0 ആയിരിക്കണമെന്നും അതുപോലെ തന്നെ എയ്ഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഡെത്ത് 0 ആയിരിക്കണമെന്നും 0 ഡിസ്ക്രിമിനേഷൻ HIV പേഷ്യൻസിന് ഉണ്ടാവണം എന്നുള്ളതാണ് 30 വിഷൻ എന്ന് പറയുന്നത്. അടുത്തത് പോളിയോ വൈറസ് ആണ്. പോളിയോ വൈറസ് എന്ന് പറയുന്നത് ഒരു ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള വൈറൽ ഡിസീസ് ആണ്. ഇത് പ്രൈമർലി ചെറിയ പിള്ളേരെയാണ് ഇത് എഫക്ട് ചെയ്യുന്നുണ്ടാവുക. നമുക്ക് എപ്പോഴെങ്കിലും പോളിയോ വൈറസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ അത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുകയും നമുക്ക് പാരലിസിസ്, അതായത് തളർന്നു പോകുന്ന അവസ്ഥ, ഇത് ഇറിവേഴ്സിബിൾ ആയിട്ടാണ് പാരലിസിസ് നടക്കുന്നത്. ഒരിക്കൽ പാരലൈസ്ഡ് ആയി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു കണ്ടീഷനിലേക്ക്, അതും ദിവസങ്ങൾ എടുത്തിട്ടൊന്നുമല്ല, വിത്തിൻ മാറ്റർ ഓഫ് അവേഴ്സ്, അതായത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ സംഭവം നടന്നിരിക്കും. ഇനി ഈ പറഞ്ഞിരിക്കുന്ന പോളിയോ വൈറസിന് 3 തരത്തിലാണ് പോളിയോ വൈറസ് ഉള്ളത്. ഒന്ന് WPV1 അതിന് ശേഷം വരുന്ന WPV2 പിന്നെ WPV3. ഇതിൽ WPV1 ആണ് ഇപ്പോഴും ഉള്ളത്, സർക്കുലേറ്റിംഗ് ആയിട്ടുള്ളത് 2026. ആൻഡ് ഇത് ആക്ച്വലി കൂടുതലായിട്ട് എൻഡമിക് ആയിട്ട് കാണുന്ന അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ റീജിയനിലാണ്. V2 V3 എടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഗ്ലോബലി 2019 ആകുമ്പോഴത്തേക്കിന് നമ്മളത് ഇറാഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പോളിയോനുള്ള വാക്സിൻസ് നോക്കുകയാണെങ്കിൽ 2 വാക്സിൻസ് ആണുള്ളത്. ഒന്ന് ഓറൽ പോളിയോ വാക്സിൻ എന്ന് പറയുന്ന വാക്സിനാണ്. ഈ വാക്സിന്റെ കേസ് പറയുകയാണെങ്കിൽ ഇത് ലൈവ്ലി അറ്റന്യൂവേറ്റഡ് ആയിട്ടുള്ള വൈറസ് സ്ട്രെയിൻ ആണ്. ഈ ലൈവ് അറ്റന്യൂവേറ്റഡിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് മൊത്തത്തിൽ നമ്മൾ ആ വൈറസിനെ കൊല്ലുന്നില്ല, വീക്കൻ ചെയ്തിട്ടാണ് നമ്മുടെ ബോഡിയിൽ കൊടുക്കുന്നത്. ആസ് ഡ്രോപ്ലെറ്റ്സ് ആയിട്ടാണ് കൊടുക്കുന്നത്. പക്ഷെ ഇതിന് ചെറിയ റിസ്ക് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഇത് എപ്പെങ്കിലും അങ്ങാനും ഈ വൈറസ് കൊല്ലുന്നില്ലല്ലോ. അപ്പൊ ഇത് മ്യൂട്ടേറ്റ് ആയിക്കഴിഞ്ഞാൽ കുറച്ച് ഡേഞ്ചറസ് ആയിരിക്കും, വാക്സിൻ ഡിറൈവ്ഡ് പോളിയോ വൈറസായി മാറും. അതാണ് ഇതിന്റെ ഒരു ചെറിയ പ്രശ്നം. രണ്ടാമത്തെ ഇന്നാക്ടിവേറ്റഡ് പോളിയോ വാക്സിൻ ആണ്. ഇന്നാക്ടിവേറ്റഡ് പോളിയോ വാക്സിന്റെ കേസ് പറയുകയാണെങ്കിൽ ഇവിടെ നമ്മൾ കില്ല് ചെയ്ത വൈറസ് ആണ് നമ്മൾ കയറ്റുന്നത്. പക്ഷേ ഇത് സേഫർ ആണെങ്കിലും നമ്മൾ കുറച്ചുകൂടി ഡോസ് എടുക്കേണ്ടതായിട്ട് വരും. പിന്നെ ഇന്ത്യയുടെ സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ നമ്മൾ പോളിയോ ഫ്രീ ആണ്. WHO ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ഒരു ജനുവരി 2014 ആകുമ്പോഴത്തേക്ക്. അടുത്തതാണ് വെക്ടർ ബോൺ ആയിട്ടുള്ള വൈറൽ ഡിസീസസ്. അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസീസാണ് ഡെങ്കു. ഈ ഡെങ്കു ഫീവർ അല്ലെങ്കിൽ ഡെങ്കു ഡിസീസ് വരുന്നത് ഈഡിസ് ഈജിപ്റ്റസ് എന്ന് പറയുന്ന ഒരു വെക്ടർ കാരണമാണ്.
ആ കൊതുകാണ് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇതിന്റെ മേജർ സിംറ്റംസും റിസ്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് ബോൺ ഫീവർ എന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡെങ്കു ഫീവർ വന്നു കഴിഞ്ഞാൽ നമുക്ക് അൺസഹിക്കബിൾ ആയിട്ടുള്ള അത്രയും ജോയിന്റ് പെയിൻ ആയിരിക്കും. അതുപോലെ തന്നെ ചില സമയത്ത് ഡെങ്കു ഹെമറാജിക് ഫീവർ വരാനുള്ള ചാൻസ് ഉണ്ട്. അതായത് നമുക്ക് ബ്ലീഡിങ് വരും, അതുപോലെ തന്നെ ഇന്റേണൽ ബ്ലീഡിംഗ് ഒക്കെ വരും, അതുപോലെ തന്നെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഒക്കെ കുറവായിരിക്കും. പിന്നെ ഇപ്പൊ അടുത്ത സ്പെയിനിൽ ഒരു സെക്ഷൽ ട്രാൻസ്മിഷനിലൂടെയും ഈ ഡെങ്കു ഫീവർ പകരുന്നുള്ള ഒരു കേസ് കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിന് ട്രീറ്റ്മെന്റ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ് ആക്ച്വലി ക്യൂഡെങ്ക എന്ന് പറഞ്ഞിട്ട് ടാക് 003 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാക്സിൻ നമ്മുടെ ടക്കേഡ ആൻഡ് ബയോളജിക്കൽ എന്ന് പറയുന്ന ആൾക്കാരുടെ പാർട്ട്ണർഷിപ്പിൽ ഈ കൊല്ലം ഒരു മിഡ് 2026 ആകുമ്പോഴത്തേക്ക് ലോഞ്ച് ചെയ്യാനായിട്ട് എക്സ്പെക്ടേഷൻസ് ഉണ്ട്. അപ്പൊ ഇതൊരു വാക്സിൻ ആണെന്ന് നമുക്ക് പറയാം, ലോഞ്ച് ചെയ്തിട്ടില്ല സ്റ്റിൽ. പിന്നെ ഡെങ്കി ഓൾ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയുടെ ആദ്യത്തെ ഇൻഡിജീനിയസ് ആയിട്ടുള്ള ഒരു സിംഗിൾ ഡോസ് വാക്സിൻ നമ്മൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇപ്പൊ അതിന്റെ ട്രയലിലെ 3rd ഫേസ് ഒക്കെ എത്തിയിട്ടുണ്ട്, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ഈ കൊല്ലം അല്ലെങ്കിൽ അടുത്ത കൊല്ലം ആകുമ്പോഴത്തേക്ക് ഇത് പുറത്തോട്ടേക്ക് റോൾ ഔട്ട് ചെയ്യുന്നതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. സോ ഇതാണ് ഡെങ്കു. അടുത്ത വൈറസ് ആണ് സിക്ക വൈറസ്. ഇപ്പൊ സിക്കയുടെ കേസ് എടുക്കുവാണെങ്കിൽ സിക്ക എന്റെ വെക്ടർ എന്ന് പറയുന്നത് ഈഡിസ് ഈജിപ്റ്റിയും അതുപോലെ ഈഡിസ് ആൽബോപിക്ടസ് എന്ന് പറഞ്ഞ 2 കൊതുക്കളാണ്. ആൻഡ് ഇതിന്റെ സിംറ്റം അല്ല റിസ്ക് എന്ന് പറഞ്ഞാൽ കൂടുതൽ റിസ്ക് കാണുന്നത് ഈ പ്രഗ്നന്റ് ആയിട്ടുള്ള വുമൻസിനാണ് റിസ്ക് ഉള്ളത്. കാരണം മൈക്രോസെഫലി എന്ന് പറയുന്ന ഒരു രോഗമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ നമ്മുടെ ഉണ്ടാവുന്ന കുട്ടിയുടെ തല അബ്നോർമലി ഭയങ്കര സ്മോൾ ആയിരിക്കും. ചെറിയ തല ഉണ്ടാവുന്ന ഒരു അസുഖത്തിനെയാണ് നമ്മൾ മൈക്രോസെഫലി എന്ന് പറയുന്നത്. ഇത് ബേസിക്കലി സിക്ക വൈറസ് കാരണം ഉണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ന്യൂറോ റിസ്ക് ഒക്കെ ഉണ്ട്, അതായത് പാരലിസിസ് ഒക്കെ സംഭവിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇതിന് വാക്സിൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നിമിഷം വരെ സിക്ക വൈറസിന് വാക്സിൻസ് ഒന്നും അവൈലബിൾ അല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അടുത്തതാണ് ജപ്പാനീസ് എൻസെഫലൈറ്റിസ് എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി ക്യൂലെസ് മൊസ്കിറ്റോ ആണ് ഇതിന്റെ വെക്ടർ. ഇതിന്റെ ആക്ച്വൽ സിംറ്റംസ് അല്ലെങ്കിൽ റിസ്ക് എന്നൊക്കെ പറയുന്നത് ഇത് ബ്രെയിൻ മെംബ്രെയിനിനെയാണ് എഫക്ട് ചെയ്യുന്നത്. ആൻഡ് കൂടുതലായിട്ടും റൂറൽ ഇന്ത്യയിൽ അക്യൂട്ട് എൻസെഫലൈറ്റിസ് സിൻഡ്രോം ഒക്കെ ഈ ജപ്പാനീസ് എൻസെഫലൈറ്റിസ് കാരണമാണ്. വാക്സിൻ അവൈലബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാക്സിൻസ് അവൈലബിൾ ആണ് യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിന്റെ അണ്ടറിൽ. ഇതിന്റെ ഡോസ് പറയുകയാണെങ്കിൽ നമ്മൾ 2 ഡോസസ് ആണ് എടുക്കുന്നത്. 9ാമത്തെ മാസത്തിൽ നമ്മളൊരു ഡോസ് എടുക്കും, അതുപോലെ 16 മുതൽ 24 മാസമായാലും നമ്മളൊരു ഡോസ് എടുക്കും. ഇനി അടുത്ത തരം വൈറസ് എന്ന് പറയുന്നത് ഒരു റെസ്പിറേറ്ററി അല്ലെങ്കിൽ സൂണോട്ടിക് വൈറസ് ആണ്. ഇതിന് നല്ലൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസ അഥവാ ഫ്ലൂ എന്നൊക്കെ പറയും. ഇത് നമുക്ക് ഇൻഫ്ലുവൻസ അല്ലെ ഫ്ലൂവിനെ നമുക്ക് 3 തരത്തിൽ ക്ലാസിഫൈ ചെയ്തത്, ടൈപ്പ് എ, ടൈപ്പ് ബി, പിന്നെ ടൈപ്പ് സി, ടൈപ്പ് ഡി എന്ന് പറഞ്ഞിട്ട്. ടൈപ്പ് എ, ടൈപ്പ് ബി ഇൻഫ്ലുവൻസ ഉള്ള ആൾക്കാരാണെങ്കിൽ സാധാരണ സീസണലി വിന്റർ സീസണിലൊക്കെ വരുന്ന ഒരു എപ്പിഡമിക് ആണിത്. ടൈപ്പ് സിന്റെ കേസ് പറയുകയാണെങ്കിൽ ചെറിയൊരു ഇൽനെസ് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. പക്ഷെ ടൈപ്പ് ഡി ഹ്യൂമൻസിനെ എഫക്ട് ചെയ്യുന്നില്ല, അത് കാറ്റൽസിന് മാത്രം ഉണ്ടാക്കുന്ന ഒരു രോഗമാണ്. ഇനി ഹോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഇത് എയറിലൂടെ അല്ലെങ്കിൽ ഡയറക്റ്റ് കോണ്ടാക്റ്റിലൂടെയാണ് വരിക. പിന്നെ ഔട്ട് ബ്രേക്സിന്റെ കേസ് പറയുകയാണെങ്കിൽ ഇതിനു മുമ്പേ H1N1 എന്ന് പറഞ്ഞ സ്വൈൻ ഫ്ലൂ, അതുപോലെ H5N1 എന്ന് പറഞ്ഞ ഏവിയൻ ബേർഡ് ഫ്ലൂ ഒക്കെ ഇതിന്റെ ഒറിജിനൊക്കെ ആയിട്ട് പറയാൻ വേണ്ടി പറ്റും. ട്രീറ്റ്മെന്റ് നോക്കുകയാണെങ്കിൽ വാക്സിൻസ് അവൈലബിൾ ആണ്. ഇടയ്ക്കിടയ്ക്ക് ഒരു ആനുവൽ ഫ്ലൂ ഷോട്ട് എടുത്താൽ മതി. അടുത്തത് നിപ്പ വൈറസ് ആണ്. ഈ നിപ്പ വൈറസിന്റെ കേസ് പറയുകയാണെങ്കിൽ ഇതൊരു സൂണോട്ടിക് ഡിസീസ് ആണ്, അതായത് ആനിമൽസിൽ നിന്നും ഹ്യൂമൻസിലേക്ക് വരുന്നത്. ഹോസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഫ്രൂട്ട് ബാറ്റ് അല്ലെങ്കിൽ ഒരു പിഗ് ഒക്കെയാണ് ഇതിന്റെ ഹോസ്റ്റ് എന്ന് പറയുന്നത്. നമ്മളിപ്പോ ഈ പറഞ്ഞിരിക്കുന്ന കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫ്രൂട്ട്, അതായത് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ബാറ്റിന്റെ സലൈവയൊക്കെ പോയിട്ടുള്ള നമ്മൾ എന്തെങ്കിലും ഒരു ഫ്രൂട്ട് കഴിക്കുക അല്ലെങ്കിൽ ഡയറക്ട്ലി കോണ്ടാക്റ്റിലൊക്കെ വരുന്ന സമയത്താണ് നിപ്പ വൈറസ് നമുക്ക് വരുന്നത്. ആൻഡ് കൂടുതലായിട്ടും ആളുകൾ നിപ്പ വൈറസ് വന്ന് മരിച്ചിരിക്കുന്നത് സൗത്ത് ഏഷ്യയിലൊക്കെയാണ്, എസ്പെഷ്യലി ഇവിടെ പറയണ കേരളത്തിൽ നമ്മൾ നിപ്പ വൈറസ് വന്ന കാര്യമൊക്കെ അറിയാലോ. പിന്നെ വരുന്നത് ഇതിനൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഡ്രഗോ വാക്സിൻ ഉണ്ടോ എന്ന് പറഞ്ഞാൽ ഇല്ല. പിന്നെ ഇത് ഭയങ്കര ഡേഞ്ചറസ് ആണെന്നുള്ളത് കൂടെ മനസ്സിലാക്കുക. ഇനി അടുത്ത വൈറസ് ആണ് കൊറോണ വൈറസ്. കൊറോണ വൈറസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു ഫാമിലി കേട്ടോ. അതായത് കൊറോണ വൈറസിൽ നമുക്ക് കോമൺ കോൾഡ് കൊണ്ടുവരുന്ന വൈറസ് മുതൽ സിവിയർ റെസ്പിറേറ്ററി ഫെയിലർ കൊണ്ടുവരുന്ന വൈറസ് വരെ ഉണ്ട്. ഇത് ആനിമലിൽ നിന്ന് ഹ്യൂമണിലേക്കാണ് ഈ പറഞ്ഞിരിക്കുന്ന വൈറസ് വരുന്നത്. ഇപ്പോൾ പണ്ട് 2002 സാസ് എന്ന് പറഞ്ഞിട്ടൊരു വൈറസ് ഉണ്ടായിരുന്നു കൊറോണ വൈറസ് ഫാമിലിയിലെ. ഇത് ആക്ച്വലി ബാറ്റിൽ നിന്നും, അതായത് വവ്വാലിൽ നിന്നും സിവറ്റ് കാറ്റ് മരപ്പട്ടിയിൽ വന്നു, മരപ്പട്ടി വഴിയാണ് ഹ്യൂമൻസിലേക്ക് എത്തിയത്. ചൈനയിലാണ് വന്നത്.
പിന്നെ മേഴ്സ് എന്ന് പറഞ്ഞിട്ട് 2012 ഒന്നുണ്ടായിരുന്നു. ഇത് ബാറ്റിൽ നിന്നും ഒട്ടകത്തിലേക്ക്, ക്യാമലിൽ നിന്നും ഹ്യൂമൻസിലേക്കാണ് വന്നത്. ഇത് സൗദി അറേബ്യയിലാണ് വന്നത്. അതിനുശേഷം COVID-19 2019 SARS-CoV-2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വൈറസാണ്. ഇത് ചൈനയിലെ വുഹാനിലാണ് വന്നത്. അപ്പൊ ഇതിന്റെ വാക്സിൻസ് ഉണ്ടോ എന്ന് വെച്ചാൽ COVID-19 സപ്പോർട്ടീവ് ആയിട്ടുള്ള വാക്സിൻസ് ഇപ്പൊ അവൈലബിൾ ആണ്. അടുത്ത ഒരു തരം വൈറസ് ഡിസീസ് ആണ് ഹെപ്പറ്റൈറ്റിസ്. ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവറിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷനാണ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. ഇതൊന്നെങ്കിൽ ആൽക്കഹോളോ ടോക്സിനോ കാരണമായിരിക്കാം. പക്ഷെ മോസ്റ്റ് കോമൺലി വൈറൽ ഇൻഫെക്ഷൻ കാരണം ഹെപ്പറ്റൈറ്റിസ് വരാറുണ്ട്. ഹെപ്പറ്റൈറ്റിസ് തന്നെ പലതരത്തിലുണ്ട്. നമുക്ക് ഓരോ നോക്കാം. ഒന്നാമത്തത് ഹെപ്പറ്റൈറ്റിസ് എ. ഇത് കണ്ടാമിനേറ്റഡ് വാട്ടറോ ഫുഡോ കാരണമായിരിക്കാം. ഒന്നെങ്കിൽ ഫീക്കൽ അല്ലെങ്കിൽ ഓറൽ റൂട്ട് വഴി. ഇനി നേച്ചർ നോക്കുകയാണെങ്കിൽ അക്യൂട്ട് ആണ്, പക്ഷെ ഒരു ചെറിയ പീരീഡ് ഓഫ് ടൈമിലേ ഉണ്ടാവുള്ളൂ. ബോഡി സാധാരണ ഹെപ്പറ്റൈറ്റിസ് എ യൂഷ്വലി ക്ലിയർ ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ വാക്സിൻ അവൈലബിൾ ആണ്. പിന്നെ ഭയങ്കര പുവർ സാനിറ്റേഷനൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെയാണ് നമ്മൾ ഈ ഹെപ്പറ്റൈറ്റിസ് എ കാണാറ്. പിന്നെ അത്ര ഫേറ്റൽ ഒന്നുമല്ല. ഹെപ്പറ്റൈറ്റിസ് ഇന്റെ കാര്യം പറയുവാണെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ബിയും കണ്ടാമിനേറ്റഡ് ഫുഡ് ഓർ വാട്ടർ വഴിയാണ് വരുന്നത്. ഇതും അക്യൂട്ട് ആണ്, അതായത് ഒരു ചെറിയ ടേമിലേ ഉണ്ടാവുള്ളൂ. വാക്സിൻസ് ഉണ്ടോ അവൈലബിൾ ആണ് ഇപ്പോൾ. പിന്നെ ഇത് ഡേഞ്ചറസ് ആവുന്നത് പ്രഗ്നന്റ് വുമൺ ആണ്, കാരണം അവർക്ക് ലിവർ ഫെയിലിയർ ഒക്കെ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പിന്നെ ഈ കൊല്ലം ജനുവരിയിൽ ഇന്ത്യ ഒരു ഫസ്റ്റ് ഇൻഡിജീനിയസ്ലി റീകോമ്പിനന്റ് ഹെപ്പ് ഇ എന്ന് പറഞ്ഞിട്ടൊരു വാക്സിൻ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഹെക്സാവിൻ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ റെഡ്ഡീസ് ഒരു വാക്സിൻ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടും 18-65 വയസ്സിനിടയിലുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാവുന്ന ഒരു അപ്രൂവിങ് കിട്ടിയിട്ടുണ്ട്. അടുത്ത വരുന്നതാണ് ഹെപ്പറ്റൈറ്റിസ് ബി. ഹെപ്പറ്റൈറ്റിസ് ബി ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സിലൂടെയാണ് വരുന്നത്. അതായത് സെക്ഷൽ കോണ്ടാക്റ്റിലൂടെയോ നീഡിലൂടെയോ മദർ ടു ചൈൽഡിലേക്കൊക്കെയാണ് വരുന്നത്. ഹെപ്പറ്റൈറ്റിസ് ബി കുറച്ച് സീനാണ്, ക്രോണിക് ആണ്, ലോങ് ടേമിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നെ വാക്സിൻസ് അവൈലബിൾ ആണോ വെച്ചാൽ അവൈലബിൾ ആണ്. പിന്നെ ഈ പറഞ്ഞ ഹെപ്പറ്റൈറ്റിസ് ബി വന്നു കഴിഞ്ഞാൽ പെർമനന്റ്ലി ലിവർ ഡാമേജ്, അതായത് സിറോസിസ് വരാനും അതുപോലെ തന്നെ ലിവർ ക്യാൻസർ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഹെപ്പറ്റൈറ്റിസ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സിലൂടെയാണ് വരുന്നത്. ക്രോണിക് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ക്രോണിക് ആണ്. വാക്സിൻസ് ആണ് ഇപ്പോൾ ഇല്ലതാനും. അപ്പം ഇതാണ് ബേസിക്കലി നമുക്ക് ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്ത സീരിയസ് ആയിട്ട് പറയേണ്ട ഒരു ഡിസോർഡർ ആണ് എബോള എന്ന് പറയുന്നത്. എബോളയ്ക്ക് എബോള ഹെമറാജിക് ഫീവർ എന്ന് പറയും. ഇത് കൊണ്ടുവരുന്ന പാത്തോജൻ ആണ് എബോള വൈറസ്. ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും ബ്രോക്കൺ ആയിട്ടുള്ള ഒരു സ്കിൻ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ മ്യൂക്കസ് മെംബ്രെയിനിലൂടെയൊക്കെയാണ്. അതായത് ബ്ലഡ്, സ്വെറ്റ്, വൊമിറ്റ് അല്ലെങ്കിൽ ബ്രസ്റ്റ് മിൽക്കിലൊക്കെ ലൂടെയൊക്കെ നമുക്ക് ഇൻഫെക്റ്റ് ചെയ്യപ്പെടാം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സർഫസിൽ, അതായത് നീഡിലൊക്കെ വെച്ചിരിക്കുന്ന സർഫസിലൊക്കെ തൊട്ട് കഴിഞ്ഞാലൊക്കെ ഇത് ട്രാൻസ്മിറ്റ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇത് പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു ചിമ്പാൻസിനെയോ ഫ്രൂട്ട് ബാറ്റിനെയോ ഫോറസ്റ്റ് ആൻഡലോപ്പിനെയൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന സമയത്തും ഈ പറഞ്ഞിരിക്കുന്ന എബോള വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇത് ഭയങ്കര ഫെറ്റാലിറ്റി റേറ്റ് ഉള്ള ഒരു ഡിസീസാണ്. അതുപോലെ തന്നെ ഈ ഡിസീസ് വന്നു കഴിഞ്ഞാൽ ആദ്യ ഘട്ടങ്ങളിൽ നല്ലൊരു പനിയും അതുപോലെ തന്നെ ഭയങ്കര മസിൽ പെയിനും ഹെഡേക്കും അതുപോലെ തന്നെ സോർ ത്രോട്ടൊക്കെ ഉണ്ടാവുക. ലേറ്റർ സ്റ്റേജിലൊക്കെ ഭയങ്കരമായിട്ട് വൊമിറ്റ് ചെയ്യാൻ തുടങ്ങും, ഡയറിയ വരും. അതുപോലെ തന്നെ നമ്മുടെ കിഡ്നി ലിവറിന്റെ ഫംഗ്ഷനൊക്കെ സീനായിരിക്കും. അതുപോലെ തന്നെ ഇന്റേണലിയും എക്സ്റ്റേണലിയും ബ്ലീഡിങ് വരാൻ, ഹെമറേജ് വരാനുള്ള പോസിബിലിറ്റി ഒക്കെ ഉണ്ട്. ട്രീറ്റ്മെന്റ് ആൻഡ് സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ ഇപ്പം നമുക്കൊരു സപ്പോർട്ടീവ് കെയർ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇതിന് പ്രത്യേകിച്ച് ക്യൂർ ഒന്നുമില്ല. പിന്നെ വാക്സിൻസ് നോക്കുകയാണെങ്കിൽ എക്സ്പെരിമെന്റലി കുറച്ച് വാക്സിൻസ് ഒക്കെ നടത്തുന്നുണ്ടെങ്കിലും ഇത് യൂണിവേഴ്സലി അത്ര അവൈലബിൾ ആക്കിയിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കാം. നമ്മളിപ്പോൾ ബാക്ടീരിയ കോസ് ചെയ്യുന്ന ഡിസീസും വൈറസ് കോസ് ചെയ്യുന്ന നമ്മളെല്ലാത്തിൻ്റെയും ലിറ്റിൽ ബിറ്റ് ഓഫ് ഡിസീസസേ പറഞ്ഞോളൂ. നെക്സ്റ്റ് വീഡിയോയിൽ എൻ്റെ ബാക്കി പറയാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പ്രോട്ടോസോവ കോസ് ചെയ്യുന്ന ഡിസീസസ് ഏതൊക്കെയാണ്. പ്രോട്ടോസോവ കോസ് ചെയ്യുന്ന ഒരു ഡിസീസാണ് മലേറിയ എന്ന് പറയുന്നത്. ഇതൊരു ലൈഫ് ത്രെട്ടണിങ് ആയിട്ടുള്ള ഒരു ഡിസീസാണ്. ഇത് കോസ് ചെയ്യുന്നത് പ്ലാസ്മോഡിയം എന്ന് പറയുന്ന ഒരു പാരസൈറ്റ് ആണ്. ഇത് ഹ്യൂമണിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അനോഫിലസ് മൊസ്കിറ്റോ എന്ന് പറഞ്ഞിട്ട് ഒരു ഫീമെയിൽ മൊസ്കിറ്റോ ഉണ്ട്. ഈ മൊസ്കിറ്റോ നമ്മളെ കടിച്ചു കഴിഞ്ഞാലാണ് ഹ്യൂമൻസിലേക്ക് അത് ട്രാൻസ്മിറ്റ് ആവുന്നത്. ഇതിന് ക്ലാസിക് സിംറ്റം എന്ന് പറയുന്നത് ബേസിക്കലി നല്ല ഫീവർ ഉണ്ടാകും, നല്ല കിടുകിട വറക്കും, സിവിയർ ചില്ലായിരിക്കും, നന്നായിട്ട് സ്വെറ്റ് ചെയ്യും. ഇതൊരു നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന കൊതുക് കടിച്ച് കുറച്ച് വീക്സിനുള്ളിൽ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന സിംറ്റംസ് ഒക്കെ വരും. ഇപ്പം നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആൻറ്റി മലേറിയൽ ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടാണ് ഇത് ട്രീറ്റ് ചെയ്യുന്നത്. അടുത്ത ഒരു ഡിസീസാണ് കാല അസർ അല്ലെങ്കിൽ ലഷ്മേനിയാസിസ് എന്നൊക്കെ പറയുന്നത്. കാല അസറിന് നമുക്ക് ബ്ലാക്ക് ഫീവർ എന്നല്ലെ ഡം ഫീവർ എന്നൊക്കെ പറയാം. ഇത് പാരസൈറ്റ് കോസ് ചെയ്യുന്ന അല്ലെങ്കിൽ ലഷ്മേനിയ എന്ന് പറയുന്നൊരു പാരസൈറ്റ് കോസ് ചെയ്യുന്ന ഡിസീസാണ്. ഇതെങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സാൻഡ് ഫ്ലൈ നമ്മൾ ബൈറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ കാല അസർ വരുന്നത്. ഇതൊരു നെഗ്ലക്റ്റഡ് ആയിട്ടുള്ള ട്രോപ്പിക്കൽ ഡിസീസ് എന്ന് പറയാറുണ്ട്. കാരണം
പുവറസ്റ്റ് പോപ്പുലേഷനുള്ള കൺട്രീസിലൊക്കെയാണ് 100 കൺട്രീസിലൊക്കെയാണ് ഇത് കാണുന്നത്. ഇതിൽ ഇന്ത്യ ഇൻക്ലൂഡഡ് ആണ്. ഇനി ലെഷ്മാനിയാസിന് ഡിഫറെന്റ് ഫോംസ് ഉണ്ട്, അത് ഏതൊക്കെ നോക്കാം. ഒന്നാമത്തതാണ് വിസറൽ ലെഷ്മാനിയാസിസ്, അതിനെ കാലാസർ എന്ന് പറയുന്നത്. ഇത് ഇന്റേണൽ ഓർഗൻസിനെയാണ് എഫക്ട് ചെയ്യുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ബ്ലഡ് പോയി അടിക്കുന്ന സ്പ്ലീന്, അതുപോലെ ലിവർ, ബോൺ മാരോയിലൊക്കെയാണ് ഇത് എഫക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺട്രീറ്റഡ് ആയിട്ട് വെക്കുകയാണെങ്കിൽ 95% ഓഫ് കേസസും ഭയങ്കര ഫേറ്റൽ ആണ്. പിന്നെ ഇതിലുണ്ടാവുന്ന സിംറ്റം എന്ന് പറയുന്നത് നമുക്ക് ഇറഗുലർ ആയിട്ട് ഫീവർ വരിക, വെയിറ്റ് ലോസ് സംഭവിക്കുക, അതുപോലെ തന്നെ നമ്മുടെ സ്പ്ലീൻ ആയിക്കോട്ടെ ലിവറിലൊക്കെ സ്വെല്ലിങ് വരുന്നുണ്ടെങ്കിൽ ഇത് വിസറൽ ലെഷ്മാനിയാസിസ് ആണ്. അടുത്തത് ക്യൂട്ടിനിയസ് ലെഷ്മാനിയാസിസ്. ഇത് ആക്ച്വലി ഒരു കോമൺ ഫോം ആണ്. ഇത് സ്കിന്നിലെ സോറ് അല്ലെങ്കിൽ അൾസർ ഒക്കെ ബോഡി പാർട്സിൽ ഉണ്ടാക്കുകയാണ് ഈ ലെഷ്മാനിയാസിസ് ചെയ്യുന്നത്. അടുത്തത് മ്യൂക്കോ ക്യൂട്ടിനേഷ്യസ് ലെഷ്മാനിയാസിസ് ആണ്. ഇതെന്ന് വെച്ചാൽ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് ലീഷൻസ് ഒക്കെ നമ്മുടെ മ്യൂക്കസ് മെംബ്രെയിനിൽ, അതായത് നോസില്, മൗത്തില്, ത്രോട്ടിലൊക്കെയുള്ള മ്യൂക്കസ് മെംബ്രെയിനിൽ ഉണ്ടാക്കും. ഇതാണ് ചെയ്യുന്നത്. ഈ ട്രീറ്റ്മെന്റിന്റെ കേസ് പറയുകയാണെങ്കിൽ ചില അതായത് മെഡിക്കേഷൻസ് ഒക്കെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് പാരസൈറ്റ്സിനെ കില്ല് ചെയ്യാൻ എന്നുള്ളത് മാത്രമേ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ ഉള്ളൂ. ഇനി വേറൊരു കാര്യമാണ് പോസ്റ്റ് കാലാസർ ഡെർമൽ ലെഷ്മാനിയാസിസ് എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി ഈ പറഞ്ഞ ലെഷ്മാനിയാസിസ്, വിസറൽ ലെഷ്മാനിയാസിസ് വന്ന ഒരാളുടെ ശരീരത്തിൽ, അതായത് അയാൾ ഇല്ലല്ല, പക്ഷെ അയാളുടെ ശരീരത്തിൽ പാരസൈറ്റ് ഉണ്ട്. അപ്പൊ എന്റെ റിസർവോയ്സ് ഉണ്ട്. അപ്പൊ സാൻഫിൽസ് വീണ്ടും ഒന്ന് ബൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ അസുഖം വരും. ഇതാണ് പോസ്റ്റ് കാലാസർ ഡെർമൽ ലെഷ്മാനിയാസിസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മള് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഉണ്ടാക്കുന്ന ഓരോ ഡിസീസിന്റെ പേരും കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്താണെന്നാണ്. ഇപ്പൊ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആസ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു പേഴ്സൺ ടു പേഴ്സൺ ട്രാൻസ്മിഷൻ ഇവിടെ നടക്കുന്നില്ല. ഇതിലെ 4 അസുഖങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി ഇപ്പൊ ചർച്ച ചെയ്യുന്നതും എനിക്ക് തോന്നുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പം കൂടുതലായിട്ട് കാണപ്പെടുന്നതും. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ ബിഗ് ഫോർസ് എന്ന് പറയുന്നതിൽ ഒന്ന് കാർഡിയോവാസ്കുലർ ഡിസീസ് ആണ്, അതായത് ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് മുതലായവ. പിന്നെ വരുന്നത് ക്യാൻസർ ആണ്. അതിനുശേഷം ക്രോണിക് റെസ്പിറേറ്ററി ഡിസീസസ് വരുന്നുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ COPD, ആസ്മയൊക്കെ വരും. പിന്നെ കോമൺലി കാണുന്ന ഒരു സംഭവമാണ് ഡയബറ്റിക്സ്. ഇതൊക്കെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണ്. ഇപ്പൊ നമ്മൾ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഇന്ത്യയുടെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുകയാണെങ്കിൽ നമുക്കൊരു 66% ഇന്ത്യയിലെ ടോട്ടൽ ഡെത്ത് എടുക്കുകയാണെങ്കിൽ അത് വരുന്നത് ഈ പറഞ്ഞിരിക്കുന്ന NCDs കാരണമാണ്. അതുപോലെ തന്നെ നമ്മുടെ നാഷണൽ NCD മോണിറ്ററിംഗ് സർവേ നടത്തിയപ്പം അതിൽ നിന്ന് മനസ്സിലായത് 5 അഡൽട്സ് എടുക്കുകയാണെങ്കിൽ അതിൽ 2 അഡൽട്സിനെങ്കിലും ഈ പറഞ്ഞിരിക്കുന്ന NCDന്റെ റിസ്ക് ഉണ്ട്. കാരണം അവർ ടൊബാക്കോ യൂസ് ചെയ്യുന്നുണ്ട്, ആൽക്കഹോൾ യൂസ് ചെയ്യുന്നുണ്ട്, ഫിസിക്കൽ ആക്ടിവിറ്റി വളരെ കുറവാണ്, അതുപോലെ തന്നെ ഹൈ ബ്ലഡ് പ്രഷർ ഒക്കെ കാരണം. കമ്മ്യൂണിക്കബിൾ ഡിസീസും നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസും പറയുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട വേറൊരു കൈൻഡ് ഓഫ് ഡിസീസ് അല്ലെങ്കിൽ അതർ ഡിസീസസിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ഒന്ന് സിക്കിൾ സെൽ അനീമിയ ആണ്. സിക്കിൾ സെൽ അനീമിയ എന്ന് വെച്ച് ഇതൊരു ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള ഒരു ജനറ്റിക് ബ്ലഡ് ഡിസോർഡർ ആണ്. ഇവിടെ റെഡ് ബ്ലഡ് സെൽസിന്റെ ഷേപ്പ് മാറുകയാണ് ചെയ്യുന്നത്. ഇതിനൊരു അരിവോള ഷേപ്പ് ആവും, അല്ലെങ്കിൽ നമുക്കൊരു ചന്ദ്രക്കലയുടെ ഷേപ്പായി മാറുക ചെയ്യുന്നത്. ഇപ്പൊ ഹീമോഗ്ലോബിൻ ഇതിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു കപ്പാസിറ്റി ഒക്കെ കുറയും. നോർമൽ RBC റൗണ്ടും ഫ്ലെക്സിബിളും ആണെന്ന് അറിയാലോ, അതുകൊണ്ട് തന്നെ ബ്ലഡ് വെസലിലൂടെ ഇത് മൂവ് ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന സിക്കിൾ സെല്ലുടെ സെല്ലുള്ള RBCs ആണെങ്കിൽ ഇപ്പൊ നമ്മള് സാധാരണഗതിയിൽ റെഡ് ബ്ലഡ് സെൽസ് ഡൈ ചെയ്യാൻ എടുക്കുന്ന സമയത്തിനേക്കാൾ കുറവ് സമയത്തിൽ ഈ സിക്കിൾ ഷേപ്ഡ് സെല്ല് ഡൈ ചെയ്യും. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ടേജ് ഓഫ് റെഡ് ബ്ലഡ് സെൽസ് വരുന്നത് കൊണ്ട് തന്നെ അനീമിയ ഉണ്ടാക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ആൻഡ് ഈ അരിവാള് ഷേപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് ഏതെങ്കിലും എല്ലാം ബ്ലഡ് വെസലിൽ പോയി ബ്ലോക്ക് ആയിട്ട് പിന്നീട് അങ്ങോട്ട് സിവിയർ പെയിനും ഓർഗൻ ഡാമേജ് ഒക്കെ വരാനുള്ള പോസിബിലിറ്റിയും ഉണ്ട്. ഇനി ഇതിന് മലേറിയ ആയിട്ടൊരു കണക്ഷൻ ഉണ്ട്. ആ കണക്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ പറഞ്ഞ സിക്കിൾ സെൽ അനീമിയ വന്ന ആൾക്കാർക്ക് മലേറിയ വരാനുള്ള പോസിബിലിറ്റി കുറവാണ്. കാരണം സിക്കിൾ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് എഫക്റ്റീവ്ലി മലേറിയ പാരസൈറ്റ്സിനെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അതുപോലെ തന്നെയുള്ള ഒരു അസുഖമാണ് പ്രൈമറി അമീബിക് മെനിഞ്ചോഫിലൈറ്റിസ് എന്ന് പറയുന്നത്. ഈ ഒരു ആക്ച്വലി ഈ ഒരു ഡിസീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഡെവസ്റ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഇൻഫെക്ഷൻ ആണ്. ഇത് കോസ് ചെയ്യുന്നത് ബ്രെയിനിനെയാണ്. നമ്മൾ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഫ്രീ ലിവിങ് അമീബയുണ്ട്. ആ അമീബയാണ് ഈ പറഞ്ഞിരിക്കുന്ന ഈ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത്. ഇത് നമ്മുടെ ബ്രെയിനിലെ ടിഷ്യൂസിനെ ഇൻഫെക്ട് ചെയ്ത് അതിനെ ഡിസ്ട്രോയ് ചെയ്തിട്ട് ബ്രെയിനിനെ ഭയങ്കര സ്വെല്ല് ചെയ്തിട്ട് നമ്മൾ ഡെത്തിലേക്ക് പോവുകയാണ് ഇവിടെ ചെയ്യുന്നത്. ട്രാൻസ്മിഷൻ സാധാരണ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാം വാട്ടർ എന്നാണ്, അതായത് ലേക്കിലോ റിവറിലോ ഹോട്ട് സ്പ്രിങ്ങിലോ ഒക്കെയുള്ള വെള്ളം വഴിയാണ് ഇത് പകരുന്നത്. ആൻഡ് വൺ മോർ തിങ് ഇസ് ദാറ്റ് ഈ വെള്ളം മൂക്ക് കൂടെ കയറിയാൽ മാത്രമേ ഈ പറഞ്ഞ അസുഖം വരുള്ളൂ. വായി കൂടെ കയറി നമ്മളൊന്ന് കുടിച്ചെന്ന് വെച്ചിട്ട് പ്രത്യേകിച്ചൊന്നും പറ്റുന്നില്ല.
മൂക്ക് കയറിയാൽ മാത്രമേ ഇതിനെന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുള്ളൂ. ആൻഡ് നമ്മൾ സാധാരണഗതിയിൽ ഇപ്പോൾ ഭയങ്കര ഫേറ്റലാണ്, ഇത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര സീനാണ്. നമ്മൾ ഹെഡേക്കും ഫീവറും നോസിയും എന്തിനാ ഹാലൂസേഷനൊക്കെ വരും. യൂഷ്വലി ഒരു 5 ദിവസം കൊണ്ട് തന്നെ നമ്മൾ മരിക്കാനും ചാൻസ് ഉണ്ട്. ഇത് പ്രിവെൻറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും വെള്ളത്തിലൊക്കെ ഇറങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇറങ്ങുന്നുണ്ടെങ്കിൽ ന്യൂസ് ക്ലിപ്പ് യൂസ് ചെയ്തിട്ട് മാത്രം നമ്മൾ എൻ്റർ ചെയ്യാൻ ശ്രമിക്കുക. ഇതേ ഉള്ളൂ ഒരു വഴി എന്ന് പറയുന്നത്. ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഡിസീസ് എന്ന് പറയുന്നത് റാബിസ് എന്താണെന്നാണ്. സോ റാബിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റാബിസ് എന്നത് ഒരു ഫേറ്റൽ വൈറൽ ഡിസീസ് ആണ്. ഇത് റാബിസ് വൈറസ് എന്ന് പറയുന്ന ഒരു വൈറസ് ആണ് കോസ് ചെയ്യുന്നത്. ഇതൊരു സൂണോട്ടിക് ഡിസീസ്, അതായത് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെയാണ് ഇത് അറ്റാക്ക് ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ ബ്രെയിനിന് ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുക ചെയ്യുന്നത്. സാധാരണ ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഹ്യൂമണിനെ ഏതെങ്കിലും ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആനിമൽ കടിക്കുകയോ ജസ്റ്റ് മാന്തുകയോ അല്ല അതിന് സലൈവ് ആയാലെങ്കിലും മതി, അപ്പോൾ നമുക്ക് ഈ റാബിസ് വരാൻ ചാൻസ് ഉണ്ട്. ഇന്ത്യേൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഡൊമസ്റ്റിക് ഡോഗ്സ് ആണ് 99% ആൾക്കാർ ഹ്യൂമൻ റാബിസ് കേസസിന് കാരണം. ഇനി ഹൈഡ്രോഫോബിയ എന്ന് പറയുന്ന ഒരു ഹോൾമാർക്ക് സിംറ്റമാണ് റാബിസിന് ഉണ്ടാവുക. പിന്നെ ഞാനൊരു കാര്യം പറയാം, ഡോഗ് മാത്രമൊന്നുമല്ല റാബിസ് ഉണ്ടാക്കുക, പല പല ജീവികളും, പൂച്ച ഉണ്ടാക്കാം, എന്തൊരു മരപ്പെട്ടി വരെ ഉണ്ടാക്കാം. അടുത്തത് ഹൈഡ്രോഫോബിയ എന്താണെന്നാണ്. ഹൈഡ്രോഫോബിയ എന്ന് പറയുന്നത് ഇതൊരു ഹോൾമാർക്ക് സിംറ്റമാണ്. എന്ന് വെച്ചാൽ ഈ റാബിസ് വന്ന ആൾക്കാർക്ക് വെള്ളത്തിന് ഭയങ്കര പേടിയായിരിക്കും. അപ്പോൾ ഇവർക്ക് വെള്ളം കുടിക്കുന്ന സമയത്ത് എന്തോ ഭയങ്കര വയലൻ്റ് ആയിട്ടൊരു സ്പാംസ് വരുന്ന പോലെ തോന്നും ത്രോട്ടിനകത്ത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് വെള്ളത്തിന് കാണുമ്പോഴോ അതിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ പോലും ഇവർക്ക് പേടി തോന്നും. അതുപോലെ തന്നെ ഭയങ്കര അഗ്രഷനും പിന്നെ കൺഫ്യൂഷനും ചില സമയത്ത് പാരലിസിസ് ഒക്കെ കാണാൻ വേണ്ടി പറ്റും. ഈ വാക്സിൻ എന്ന് പറയുന്നത് ആൻറ്റി റാബിസ് വാക്സിൻ ആണ്. ഇത് ഒരുപാട് ഡോസസ് എടുക്കേണ്ടി വരും. പിന്നെ ഒരു സിവിയർ ബൈറ്റൊക്കെ കിട്ടുന്നെങ്കിൽ റാബിസ് ഇമ്മ്യൂണോഗ്ലോബിൻ എന്ന് പറഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി ഒരു വാക്സിനാണ്, അതും കൂടെ നമ്മൾ എടുക്കണം എന്നുള്ളതുകൂടെ മനസ്സിലാക്കേണ്ടതാണ്. ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയുള്ളത്. നെക്സ്റ്റ് കുറച്ചുകൂടെ കോൺസെപ്റ്റ്സ് ഉണ്ട്, അതായത് പബ്ലിക് ഹെൽത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചറിന്റെ കോൺസെപ്റ്റ്സും അതുപോലെ തന്നെ ഇമ്മ്യൂണൈസേഷനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ചുകൂടെ കോൺസെപ്റ്റ്സ് ഉണ്ട്. അതുപോലെ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാത്ത കുറച്ചുകൂടെ ഡിസീസസിനെ കുറിച്ചും കോമൺലി കാണുന്ന കുറച്ച് ഡിസീസസിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യാറുണ്ട്. നമുക്ക് പാർട്ട് 2 ഡിസ്കസ് ചെയ്യാം, കാരണം ഇത് ഭയങ്കര വലുതായി പോകും ഞാൻ ഇനിയും സംസാരിക്കുകയാണെങ്കിൽ. കാരണം ഡിസീസസിനെ കുറിച്ച് ഞാൻ ഇതിൻ്റെ ഓരോ ട്രീറ്റ്മെൻറ്റും സിംറ്റവും എടുത്തെടുത്ത് പറയണം. അപ്പോൾ അതുകൊണ്ടാണ് ഇത് 2 പാർട്ടാവുന്നത്. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇൻട്രസ്റ്റിങ്ങും നോളജ് എൻഹാൻസിങ് ആയിട്ട് തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. ബൈ.